മഹത്വം ദൈവമെടുക്കും യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിന്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നാം വായിച്ചു കേട്ട തിരുവചന സത്യം നാം കേൾക്കുന്നതിന് മുമ്പ് നാം ഇവിടെ ആയിരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് വിദഗ്ധക്കാരൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ വിദഗ്ധക്കാരൻ വിളപ്പാൻ തുടങ്ങി. ബാക്കി എന്താ ഞാൻ പറയുന്നില്ല. ഇന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഞാനല്ല വിതയ്ക്കുന്നത്, എന്റെ നാമം മുമ്പിലായതിനെ കൊണ്ട് ദൈവമാണ് വിതയ്ക്കുന്ന. ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പഠിപ്പിക്കും, പറഞ്ഞത് അതിന് നല്ല ഹൃദയത്തെ നല്ല വിധമായി ഒരുക്കി ഈ വചനമാകുന്ന വിത്ത്, വചനം ആകുന്ന വിത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ സംഭരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ 100, 60, 30 മേനി വിളയുന്നതായി തീരുവാൻ നിങ്ങൾ വളരെ വാഞ്ചയോടുകൂടെ ആയിരിക്കണം എന്ന് മാത്രം ഞാൻ വീണ്ടും അത് വിശ്വസിക്കുന്ന നാമത്തിൽ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. ഇവിടെ വായിച്ചു കേട്ട കുറുവാക്യം, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവായെന്ന് ഞാൻ അറിയുന്നു. അവർ തിന്മയ്ക്കല്ല നന്മയ്ക്കെതിരെയുള്ള നിരൂപണങ്ങളെന്ന് യഹോവയുടെ അരുളപ്പാട്. യെരൂശലേമിൽ നിന്നും ബാബേലിലേക്ക്, ബാബേൽ പ്രവാസത്തിലേക്ക് പ്രവാസിയായി യെരൂശലേം നിവാസികളെ നെബൂഖദ്നേസർ രാജാവ് ദൈവം ഏൽപ്പിച്ചിട്ട് അവിടെ അടിമയായി ജീവിപ്പാൻ പിടിച്ചുകൊണ്ടുപോയി. അതാണ് ചരിത്രം. നിങ്ങൾക്കറിയാം, ഇവർക്ക് പറയാം. എന്നാൽ ആയിരിക്കുന്ന സ്ഥാനത്ത് യിരെമ്യാ പ്രവാചകനിലൂടെ എഴുതുന്ന ലേഖന ഒരു കുറിപ്പ് അവിടെ എത്തിക്കുന്നതാണ്, ദൈവം എത്തിച്ച് പറയുന്നതാണ് ഇന്നത്തെ കുറുവാക്യം. അവരുടെ ഘട്ടത്തിലായിരിക്കുന്നു. നിങ്ങൾ ജീവിക്കുക എന്ന് വായിച്ചു കേട്ടല്ലോ. വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്ന സമയ പരിമിതി പോലെ ഇല്ലെങ്കിൽ ഒന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾ വായിക്കാം, അപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ലേഖനം, ഒരു കത്ത് യിരെമ്യാ പ്രവാചകൻ അവിടെ എത്തിക്കുന്നു. നിന്റെ ദൈവത്തിൽ പ്രത്യാശയുള്ള ഏവർക്കും ധൈര്യപ്പെട്ടിരിക്കുവാൻ വകയുണ്ട് എന്ന് ഉള്ളതാണ് എന്റെ ഉള്ളടക്കം. ഇവിടെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭ വരുവാൻ തക്കവണ്ണം ഒരു നാണയത്തിന്റെ 2 കുറ്റികൾ എന്ന പോലെ ഈ ലോകത്തിൽ നമുക്ക് പ്രത്യാശ ഉണ്ടാകണം. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു പ്രത്യാശ ദൈവത്തിൽ നാം പ്രാപിക്കണം. അപ്പൊ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ തന്നെ നാം നമ്മുടെ ജീവിതം ഈ ലോകത്തിൽ നയിക്കപ്പെടണം. നാം ഈ ലോകത്തിൽ നല്ലതെന്ന് പറയുവാൻ നാം ആഗ്രഹിക്കുന്ന പോലെ മറ്റുള്ളവരുടെ മുന്നിൽ നാം ആയിരിക്കണം, ദൈവത്തിന്റെ സന്നിധിയുമായിരിക്കണം. എപ്പോഴും ഇവിടെ വായിച്ചു കണ്ടതുപോലെ തന്നെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി. ഒരു മനുഷ്യ ജീവിതത്തിൽ മനുഷ്യർ ഒരു ശുഭഭാവി ചിന്തിക്കാത്ത വ്യക്തികളില്ല, ചിന്തിക്കാത്ത കുടുംബങ്ങളില്ല, ചിന്തിക്കാത്ത സഭയില്ല, ചിന്തിക്കാത്ത ദേശമില്ല, ചിന്തിക്കാത്ത രാജ്യമില്ല. എപ്പോഴും ശുഭഭാവിക്കായി മനുഷ്യൻ തങ്ങളാൽ കഴിയുന്ന പല പ്രയത്നങ്ങളും ചെയ്യുന്നു. കാരണം ഞാൻ മറ്റുള്ളവരെക്കാൾ മുന്തിയതായ ഒരു ശുഭഭാവി എനിക്ക്, എന്റെ മക്കൾക്ക് ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇവിടെ ദൈവം പഠിപ്പിക്കുന്നത്, ദൈവം ആഗ്രഹിക്കുന്ന ശുഭഭാവി ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്ന ശുഭഭാവികൾക്ക് യാതൊരു അർത്ഥവുമില്ല. അത് പാഴും ശൂന്യവുമാണ്. എന്ന് വെച്ചാൽ ചിന്തിക്കണ്ട എന്നല്ല, ചിന്തിക്കണം. ചിന്തിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വ്യക്തത ഈ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതാണ് നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നതായെന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയാണ് ദൈവം അറിയുന്ന നിരൂപണം ആരറിയണം? നമ്മൾ അറിയണം. ദൈവം എന്താണോ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് നാം അറിഞ്ഞാൽ മാത്രമേ, ആ നിരൂപണം നാം മനസ്സിലാക്കിയാലേ, ആ നിരൂപണം ദൈവം നമ്മോട് അറിയിച്ചാലേ, ആ ദൈവത്തിന്റെ വചനത്തിൽ നാം ഉൾക്കൊണ്ടാൽ മാത്രമേ ആ ദൈവിക പ്രവൃത്തി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്തിലെ ദൈവത്തിന്റെ സന്നിധിയിലും നമുക്ക് നേരായി നിൽപ്പാൻ സാധിക്കുകയുള്ളൂ. നേരായി നടക്കുന്നവൻ നിർഭയമായി നടക്കുന്നു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നടപ്പിൽ വക്രതയുള്ളവനോ
വെളിപ്പെട്ടു വരും. അവന്റെ വക്രത എന്നായാലും വെളിപ്പെടുന്നത് നമുക്കറിയാം. ഓരോ കേസുകൾ തെളിയിക്കുമ്പോൾ ഈ പോലീസുകാർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തെല്ലാം പ്രവൃത്തികൾ ചെയ്ത് ഒരു കള്ളത്തരം കാണിച്ചാലും തെളിവിനായി ഒരു തുരുമ്പെങ്കിലും ശേഷിക്കും. ആ തുരുമ്പ് വെച്ചാണ് അവർ പിടിക്കുന്നത്. അതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ അപ്രകാരം തന്നെ ആയിരിക്കുവാൻ നാം ദൈവത്തിന്റെ ആലോചന പ്രകാരം, അതായത് വചനം പറയുന്ന പോലെ ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവായെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ദൈവം നമ്മെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങളിലൂടെ മാത്രമേ ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതാണ് പറഞ്ഞ നീതിമാന്മാരെ അല്ല, പാപികളെ എത്രയെ വെളിപ്പാനാണത്. അത് പറയുവാൻ കാരണം, ഒരു പാപി എന്ന് പറയുമ്പോൾ അവൻ പാപം ചെയ്ത് അവന്റെ സകല പാപത്താലും അവന്റെ ലോകപ്രകാരമുള്ള സകല ആഗ്രഹങ്ങളും സകലതും പൂർത്തിയാക്കി അവൻ സകലത്തിനും ഒരു മടുപ്പ് തോന്നുന്ന ഒരു കാലം വരും. സകലതും മതിയായി എന്ന് അവന് തന്നെ തോന്നും. അപ്രകാരം മാനസാന്തരപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം അവനിലേക്ക് കടക്കുമ്പോൾ അത് 100, 60, 30 പേര് തിരുവനന്തപുരം സാധിക്കും. എന്നാൽ ഞാൻ നീതിമാനെന്ന് ഒക്കെ 2 കാശിട്ട വിധവയുടെ കഥ നിങ്ങൾക്കറിയാം. 1 കാശിട്ട വിധവയുടെ കഥ, അതാണ് ദൈവം അനുഗ്രഹിച്ചത്. എന്നാൽ ധനാഢ്യനായ അവന്റെ പ്രാർത്ഥനയല്ല, ഈ വിധവയുടെ 1 കാശിട്ട ആ വിധവയുടെയാണ് ദൈവം അംഗീകരിച്ചത്. അതുപോലെ തന്നെ നീതിമാന്മാരെന്ന് പലരും ആയിരിക്കും. എന്നാൽ അതല്ല, ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രയും പാപികളെ വിളിക്കാമെന്ന ദൈവം ഈ പാപികളായ എന്നിലൂടെയും ഇന്ന് ഇവിടെ ഈ ദൈവം എന്നെ ഘോഷിപ്പാനിടയായി. ഞാനൊരു പാപിയാണ്. കാരണം ഒരു ദിവസം 3 കുപ്പി മദ്യപാനം വേണം. നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ കള്ളത്തരം പറയുന്നത്. അങ്ങനെയല്ല. വെളുപ്പാങ്കാലം 3 മണി, 3:30 മണി, 4 മണിക്ക് തുടങ്ങിയാൽ രാത്രി 12 മണി വരെയും മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാനൊരു കാലത്ത്. എന്നാൽ അത് നിർത്തിയപ്പോൾ എന്നിലുണ്ടായിരുന്ന ശേഷിപ്പ് 3 കുപ്പി അടിച്ച് പൊട്ടിച്ച് ദൈവത്തിന്റെ സ്നേഹം സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ദൈവം എന്നെ നേരിട്ട് പിടിക്കണം എന്ന് പറഞ്ഞ് ഞാൻ മതിയാക്കി. എന്നാൽ ഈ ലോകത്തിൽ ഞാനായിരിക്കുന്ന സ്ഥാനത്ത് ഒരു ശുഭഭാവി എനിക്ക് കിട്ടുമെന്ന പ്രതീക്ഷയില്ലാതെ ഞാൻ ഇവിടെ വിട്ട് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് കടന്നു പോകരുടെയായി. ഇവിടെ പറയുന്നു, ഞാൻ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന ഇന്നവായെന്ന് ദൈവം അറിയുന്നു, ഞാൻ അറിയുന്നു. അപ്പൊ ദൈവം എന്നെ ഉരുവാക്കുന്നതിന് മുമ്പേ കണ്ടിരുന്ന ദൈവം, ഉരുവാക്കിയ ദൈവം, ഗർഭപാത്രത്തിൽ വെച്ച് പിടഞ്ഞ ദൈവം, പുറത്ത് കൊണ്ടുവന്ന ദൈവം, വലുമാറാക്കിയ ദൈവത്തിന് എന്നെ കുറിച്ച് പ്രത്യേകതയുണ്ട്. ഇവിടെ നിങ്ങൾ ആയിരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും, ഒരു കുഞ്ഞിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു യുവനക്കാരെ കുറിച്ച്, ആ ഒരു കുടുംബത്തെ കുറിച്ച്, വ്യക്തിയെ കുറിച്ച് ദൈവത്തിന് പ്രത്യേകതയുണ്ട്. ആ ദൈവത്തിന് എപ്പോഴും ദൈവം തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭമായ വരുമാനം തക്കവണ്ണം നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവായെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ അപ്രകാരം ജീവിക്കുവാൻ കഴിയുള്ളൂ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ നാം പഠിക്കുമ്പോൾ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ആകാശത്തെ കേൾക്ക, ഭൂമിയെ ചെവിതരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവർ എന്നോട് മത്സരിക്കുന്ന മത്സരികൾ. ഇനി അവിടെ അടിച്ചിട്ടുണ്ട്. അങ്ങനെ വായിച്ചാൽ പട്ടിക മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ദൈവത്തിന്റെ വചനം ജീവനിൽ ചൈതന്യമുള്ള ഇതിന്റെ വാർത്തമായ ദൈവത്തിന്റെ വചനം ഉൾക്കൊണ്ടുകൊണ്ട് ആ ദൈവത്തിന്റെ ശരീരം നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്ന എനിക്ക് ഈ ലോകത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പ്രശംസ ദിവസമാണെന്ന്. കാരണം ഈ ദൈവത്തിന്റെ വചനം, ഈ ജീവനുള്ള വചനം ഘോഷിക്കുന്നതിനപ്പുറം എനിക്കൊരു പദവി കിട്ടാനില്ല. ഈ ലോകത്തിൽ പല പദവികൾ കിട്ടുമെന്നൊക്കെ വേണം, പല രീതിയിൽ പല കോട്ടകളും കിട്ടുമ്പോൾ അതല്ല ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടത്. ഇവിടെ നിന്ന് ഞാൻ പറയട്ടെ, ഒരു കാലത്തെ കയറി കട്ടുന്നതിന്റെ നടുവിൽ ഞാൻ മദ്യപാനം നിർത്തുവാന്നൊക്കെ വേണം ആഗ്രഹിച്ചിട്ട് ഇവിടെ നിന്ന് ഡൽഹിയിൽ, ഇന്ത്യയുടെ തലസ്ഥാന ഡൽഹിയിൽ ഞാൻ ചാക്കേറി. എന്റെ അന്നത്തെ ആഗ്രഹം എന്ന് പറയുന്നത്, ഒരു 6 മാസം കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് എന്നെ എന്തെങ്കിലും ആവശ്യത്തിന് ഞാൻ ഫ്ലൈറ്റിൽ പറന്നത്. ഇതായിരുന്നു എൻ്റെ ചിന്ത. നാശത്തിന് മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു.
ഒരു നിഗളം അങ്ങ് കയറി. കാരണം അവിടെ എല്ലാ പദ്ധതി എനിക്ക് എന്നെ സഹായിക്കാൻ എന്റെ കൂടെ പഠിച്ച കുറെ പോലീസുകാർ അവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ കോട്ടയത്തിലാണ് ഞാൻ താമസം. അപ്പൊ എനിക്ക് അവരെ എന്റെ വല്ല പ്രഭാവത്തിൽ ആയിരുന്ന കുടുംബമാണ്. എന്നാൽ സൂക്ഷിച്ചു ഒരു കാലത്ത് അപ്രകാരം കാട്ടാക്കട ചന്തയിൽ നിന്ന് അന്ന് കാളവണ്ടി സമയമാണ്. ഈ കാളവണ്ടിയിലാണ് എൻ്റെ വീട്ടിലേക്ക് ആഹാര സാധനങ്ങളെല്ലാം ആ ചന്തയിൽ നിന്ന് കൊണ്ടുവരുന്നത്. അപ്രകാരം വളരെ ആ ദേശത്ത് പ്രതാപത്തിൽ ഉള്ള കുടുംബമായിരുന്നു. എൻ്റെ പപ്പ ഒരു ഫോറസ്റ്റ് ഗാർഡായിരുന്നു. അപ്പൊ അപ്രകാരം ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അവിടെ ഞാൻ എൻ്റെ പദ്ധതി ദൈവം കണ്ടിരുന്നത് എന്നെ ഈ കാനക്കോട് ദേശത്ത്. എന്നാൽ ഞാൻ ചിന്തിച്ചത് ഞാൻ അവിടെ നിന്ന് സ്വരുക്കൂട്ടി സമ്പത്തുണ്ടാക്കി എൻ്റെ കടബാധ്യത തീർത്ത് ഞാൻ അവിടെ തന്നെ എൻ്റെ മക്കളെ ഡൽഹിയിൽ കൊണ്ടുവന്ന് അവിടെ കേരള സ്കൂളുണ്ട് അവിടെ ചേർക്കുവാൻ തക്കമുള്ള പദ്ധതിയായിരുന്നു എൻ്റെ പദ്ധതി. എന്നാൽ ഒരിക്കലും അത് നിറവേറുകയില്ല. കാരണം ദൈവം ഇന്നത്തെ കുറുവാക്യം നിങ്ങൾ പ്രത്യാശിക്കുന്ന ചൊവ്വ വരുവാൻ തക്കവണ്ണം നിങ്ങളെക്കുറിച്ച് ദൈവം നിരൂപിക്കുന്ന നിരൂപണം ഇന്നവായെന്ന് ഞാൻ അറിയുന്നു. ദൈവം അറിയുന്ന ദൈവം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ, ഒരു സഭയെ, ഒരു ദേശത്തെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ദൈവം ആ പ്രവൃത്തി ദൈവം ചെയ്തെടുക്കും. അതിനുവേണ്ടി നാം എന്തെല്ലാം കട്ടുതൽ അനുഭവിക്കേണ്ടി വന്നാലും ദൈവം മടക്കി കൊണ്ടുവരും. അതുപോലെ അവിടെ നിന്നും ഒരു അടി ഉണ്ടായതിന്റെ പേര് അവിടെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എല്ലാവരും മദ്യപാനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച് എല്ലാവരും ആ മലയാളികളെല്ലാം കൂടെ ഉള്ളത്ത് കൂടി ചീട്ടുകളിയും പല കളികളും ഉണ്ട്. ഇതിന്റെ കൂടെ ഞാനൊക്കെ ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഒരു അടിയുണ്ടായി. അവിടെ നിന്ന് പിറ്റേ ദിവസം രാവിലെ എനിക്ക് അവിടെ നിന്ന് മുങ്ങേണ്ടി വന്നു എന്ന് പറയുന്നതാണ് ശരി. നിന്ന് നിൽക്കാതെ മുങ്ങേണ്ടി വന്നു. കാരണം നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇന്ന് അപ്രകാരം ആയി. ഇവിടെ വന്നു ഞാൻ കാനക്കോട് ദേശത്ത് 26 വർഷം കൊണ്ട് ദിവസവും രാവിലെ 5 മണിക്ക് പ്രഭാതത്തിൽ 2 പാട്ടും ഒരു ദൈവവും ധ്യാനിച്ച് ആ ദേശത്തിനോട് 26 വർഷം കൊണ്ട് ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു പദ്ധതി ഞാൻ നീതിമാന്മാരെ ഭാവികളെ ഒഴിപ്പാൻ വന്നത് എന്നുള്ള ദൈവ സത്യം ദൈവം എന്നെ നിവർത്തിക്കുവാൻ. കാരണം എനിക്ക് നല്ലവനാകുവാൻ മനസ്സുണ്ട്, സുവിശേഷം പ്രസംഗിക്കുവാൻ മനസ്സുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് എൻ്റെ ഒരു ധാരണ, ഈ പാസ്റ്റർമാർ സുവിശേഷന്മാരല്ല, ഇവരുടെ വയറ്റിപ്പഴപ്പിനായിട്ട് കള്ളത്തരം പറഞ്ഞ് തട്ടി കൊണ്ട് നടന്ന് ഇവർ ജീവിക്കുവാനുള്ള ഉപാധി എന്നാണ് ഞാൻ ഇതിനെ കണക്കാക്കിയിരിക്കുന്നത്. എല്ലാം കാണാപ്പാടം പഠിച്ച് അവർ അവരുടെ വയറ്റപ്പഴപ്പിനായി, അവരുടെ ഉന്നമനത്തിനായി, പൈസ ഉണ്ടാക്കുവാനായി എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ പിന്നത്തെ എനിക്ക് അത് മനസ്സിലാക്കാത്ത സാധിച്ചു. അപ്പൊ നമ്മുടെ നിരൂപണങ്ങളല്ല, ദൈവം നമ്മെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ നാം തിരിച്ചറിഞ്ഞാൽ മാത്രമേ ആ ദൈവിക പ്രവൃത്തി ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. നാം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നാം മടങ്ങി വരുവോളം നമുക്ക് പല പ്രതികൂലങ്ങളും ഉണ്ടാവും. അതുപോലെ ഇവിടെ ശരിയാകാത്ത മനുഷ്യരെ ശരിയാക്കുവാൻ, നിവാസികളെ ശരിയാക്കുവാൻ ബാബയിലേക്ക് അവിടെ പിടിച്ചുകൊണ്ടുപോയി ആ അടിമ പണി ജീവിക്കുവാനൊക്കെ വേണം, ആ അടിമത്തത്തിൽ ജീവിക്കുവാനൊക്കെ വേണം. ആയിരിക്കുമ്പോഴും ദൈവം അല്ല ചെയ്യുന്നു, നിങ്ങൾ ഇവിടെ പഠിക്കേണ്ടത് പഠിക്കണം, പഠിക്കേണ്ടത് പഠിച്ച് ഞാനൊരു സമയം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയം ആ 7 സംവത്സരം കഴിഞ്ഞപ്പോൾ ദൈവം പ്രവൃത്തി ചെയ്യുവാൻ തക്കനിടയായി നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി കൊടുക്കുമെന്ന് ദൈവം തന്നെ യെരമ്യാ പ്രവാചകനിലൂടെ വാഗ്ദത്തം ചെയ്യുന്നതാണ് ഇന്നത്തെ കുടുംബം എന്ന് പറയുന്നത്. 128-ാം സംഗീതത്തിന് അതിന്റെ 1-ാം എപ്രകാരമുള്ളതായിരിക്കും പറയുന്നത്, നിങ്ങൾ നിരൂപിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു, അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്ര എന്ന് ഉള്ള നിരൂപണം യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഒരിക്കലും ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും, ഒരു കഷ്ടതയും, ഒരു രോഗവും, ഒരു ഭാരവും, ഒരു അനാവശ്യ മുറികളും ഒന്നും തിന്മയ്ക്കല്ല. ദൈവം എന്തെങ്കിലും അത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയ്ക്കാണ്. നന്മയാൽ തിന്മയെ ജയിക്കുക. ഒരു യഹോവഭക്തനായ പുരുഷൻ പറയുന്നത് യഹോവയെ ഭയപ്പെടുന്ന 22-ാം സംഗീതത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ ഇഷ്ടപ്പെടുന്ന യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യവാൻ. ദൈവം വച്ചിരിക്കുന്ന ഭാഗ്യപദവി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെ പറയുന്നത് ഒന്നാമതായി യഹോവയെ ഭയപ്പെട്ട്, യഹോവയെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവന്റെ വഴികളിൽ നടക്കുവാൻ സാധിക്കുകയുള്ളൂ.
യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനാണ്. അപ്പൊ ഈ ഭാഗ്യ പദവി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറകളിൽ നാം ചെയ്യുന്ന പ്രവൃത്തികളിൽ നാം പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ ഭയപ്പെടണം. അത് പറയുന്നത് ഉള്ള ഒരു കാരണമുണ്ട്. അതിന്റെ 92 സങ്കീർത്തനം അതിന്റെ 1 വാക്യം വായിക്കും. നമുക്ക് ആ ഭാഗ്യവാന് ദൈവം കൊടുക്കുന്ന വാഗ്ദത്തങ്ങളാണ്. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെ, നിന്റെ മക്കൾ നിന്റെ മേശിക്കും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അപ്പോൾ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാനായ ഒരു കുടുംബനാഥനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ദൈവിക വാഗ്ദത്തമാണ്. എന്നാൽ യഹോവയെ ഭയപ്പെട്ട് ദൈവഭയം സർവ്വജയം. നാം കുറച്ച് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നാം ഈ സൺഡേ സ്കൂളൊക്കെ പഠിക്കാറുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്. ദൈവഭയം സർവ്വജയം, അത് പറയുന്ന രംഗങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യം. അപ്പൊ നാം അന്വേഷിക്കേണ്ട വഴി ദൈവത്തിന്റെ വഴി. ആ ദൈവത്തിന്റെ വഴിയിലൂടെ ദൈവം നമ്മെ പരിപാലിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കുറിവാക്യം. ദൈവം നമ്മളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ. ദൈവം സകലം സൃഷ്ടിച്ചു, സകല പ്രളയാദികൾ, പക്ഷിയാദികൾ, മൃഗാദികൾ സകലം സൃഷ്ടിച്ചു. ശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ഇട്ടത് അതിന്റെ പേരായി. എന്നാൽ മനുഷ്യന് മാത്രം ദൈവം സൃഷ്ടിച്ചതിൽ നിന്ന് ഒരു തക്കതായ തുണയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഒരിക്കലും പക്ഷിയോ മൃഗമോ ഒരു മനുഷ്യനെ തക്കതായ തുണ ആകുവാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് തന്നെ ദൈവം ആണും പെണ്ണുമായി സൃഷ്ടിച്ചിരുന്നു ദൈവം എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. അതിൽ നിന്ന് തന്നെ ദൈവം തക്കതായ തുണയും ഉണ്ടാക്കി കൊടുക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ആ ഒരു വാക്ക് നാം ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഒരു കുടുംബ മുറ്റത്തിൽ അന്വേഷണം നമ്മൾ നടക്കുകയാണ്, വാർഡിൽ അന്വേഷണം. നാം നമ്മുടെ ജീവിതങ്ങൾ ഒന്ന് കണ്ണോടിക്കണം. കാരണം ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുവാൻ കണക്കാണ്. ഞാൻ ഈ മദ്യപാനായിരുന്ന കാലത്ത് പല ദൈവസന്മാരും പരിചയമുള്ളവരുണ്ട്. കാര്യം ഞാൻ ഒരു സ്ഥാപനം നടത്തുന്ന പ്രസാണ്. അന്ന് ഒക്കെ പലരും എന്റെ ഭാര്യയോട് ചോദിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ മതിയാക്കുന്നില്ല. അപ്പൊ എന്റെ ഭാര്യയുടെ വിശ്വാസമാണെന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോഴെ പറയുകയായി എന്നായാലും ഇദ്ദേഹം ഞാൻ ദൈവവചനം വായിക്കും, ഇദ്ദേഹം പ്രസംഗിക്കും. ഇത് ഒരു സ്ത്രീയുടെ പ്രത്യാശയാണ് ദൈവത്തിൽ. അപ്പൊ ദൈവത്തെ പ്രത്യാശയുള്ള ഏവരെ നിയമം ധൈര്യപ്പെട്ടിരിക്കും വാഗ്ദത്തം. അപ്പൊ ദൈവത്തിൽ പ്രത്യാശ വച്ചിട്ടുണ്ടെങ്കിൽ ധൈര്യപ്പെട്ടിരിക്കുക. ദൈവത്തിൽ പ്രത്യാശ വച്ചിട്ടില്ലെങ്കിലോ ഒരിക്കലും ധൈര്യപ്പെടാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും അപ്രകാരം എന്നെ അറിയപ്പെടുന്നത് 1 മാസം, 6 മാസം, 3 മാസം, 1 വർഷം നിലത്ത് പിന്നെ കുടിക്കുന്നതാണ് എൻ്റെ കുടി. പക്ഷെ അവസാനം മുഴുവനായി നിർത്തുവാനിടയായി. ഇത് എന്നെ ചോദിക്കും, സഹോദരി കഴിഞ്ഞ മാസവും കണ്ടല്ലോ ആ ഭാരത ഇറങ്ങി വരുന്നത്, അല്ലെങ്കിൽ ആട്ടെ കിടന്നു പോകുന്നത്. കാര്യം പന്നി എടുത്ത പോലെ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് ആട്ടോകാരൻ പറ്റുന്നത്. കാര്യം ആര് കണ്ടാലും എടുത്തോണ്ട് വീട്ടിൽ കൊണ്ടിടും. കാര്യം പൈസ ആവശ്യമുള്ളത് ആണ് പപ്പ ജീവിച്ചിട്ടുണ്ടെന്ന് പപ്പ കൊടുക്കും. എന്നെ പിതാവ് തന്നെ പറയുകയുണ്ടായി, നാണക്കേട് കൊണ്ട്. കാരണം അവിടെ മൊത്തം എല്ലാവരും പഴയ കാലത്ത് നിങ്ങൾക്കറിയാം, ഈ വലിയ ആളുകൾ കാണുമ്പോൾ ഉണ്ടോ കഴിച്ചിട്ട് ആദരിച്ചുകൊണ്ട് കാട് സാധനം അറിയപ്പെടുന്നത്. എൻ്റെ അപ്പന് എന്നെ കൊണ്ട് ലജ്ജയായി. എന്റെ പിതാവ് തന്നെ പറഞ്ഞു, സാറേ അവൻ കുളത്തിന്റെ അവിടെ കിടക്കുകയാണ് കേട്ടോ, ഞാൻ അവിടെ കിടന്ന് ചാവുണ്ടെന്ന് എൻ്റെ അപ്പൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ലോകപ്രകാരം എൻ്റെ അപ്പൻ എന്ത് ദുഃഖത്തോടെ അത് പറഞ്ഞു എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ സ്വർഗത്തിലെ അപ്പനെ ഈ ഭാവിയായ എന്നെ ആവശ്യമുണ്ട്. ഈ വിശുദ്ധ വേദപുസ്തകം കേൾക്കുന്ന ഒരു കഴുതയായി ദൈവം എന്നെ കണ്ടിരുന്നു എന്ന് ഞാനിപ്പോൾ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഇവിടെ തക്കതായ തുണ ഉണ്ടാക്കട്ടെ. ഈ തക്കതായ തുണയുടെ വിശ്വാസവും കഴിവും ദൈവത്തിലുള്ള പ്രത്യാശയുമാണ് ഞാൻ ഇവിടെ നിൽക്കുവാൻ കാരണം.
അപ്പൊ നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്തൊക്കെ പ്രതികൂലങ്ങളും കഷ്ടതയും ഉണ്ടായാലും കുടുംബിനികൾക്ക് ഒരു പ്രത്യാശ വേണം, ദൈവത്തിൽ പ്രത്യാശ വേണം. ഏത് പ്രതിസന്ധിയുടെ നിലവിലും കന്യ കരഞ്ഞത് കേട്ടു, ശമൂവേൽ ബാലനെ നൽകി, വാഗ്ദത്ത മകൻ ദൈവം കൊടുത്തു. അതുപോലെ ദൈവത്തിന്റെ സന്നിധി കണ്ണീരോളം ഉദയിപ്പിച്ചവൻ അവനെ കൊയ്ത്തുണ്ട്. അവൻ കൊയ്യുന്നത് ആർപ്പോടെയാണ്. അവൻ ആർപ്പോടെ അല്ലാതെ അല്ല കൊയ്യുന്നത്, അവൻ ആർപ്പോടെ കൊയ്യും. അതുപോലെ ദൈവം തക്കതായത്തിന് ഉണ്ടാക്കി കൊടുത്തു എന്ന് പറഞ്ഞ് ദൈവം തക്കതായത്തിന് ഉണ്ടാക്കി കൊടുത്തു. നമ്മൾ കാര്യം മനസ്സിലാക്കണം. അവിടെ ദൈവം പറയും, ഞാൻ തക്കതായിരുന്ന നാം വിവാദ വേദിയിലേക്ക് ഏർപ്പെടുമ്പോൾ അവിടെ പ്രസംഗങ്ങൾ പലതും നടത്താറുണ്ട്. ഒരു യൗവനക്കാരന്റെയും ഒരു വിവാഹ ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ഞാൻ എനിക്ക് കൂട്ടായി തന്ന തക്കതായ പുരുഷന്റെ ഒരു തുണയായിട്ടാണ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ശുശ്രൂഷ ഈ സ്ത്രീയിൽ നിശ്ചിതമാണ്. ഈ ശുശ്രൂഷ നാം ചെയ്യുന്ന ശുശ്രൂഷ ആയിരിക്കണം. ആ പുരുഷൻ നമ്മെ വിട്ടു പിരിയാതെ വണ്ണം, ഇവൾ എന്റെ തുണ, എന്റെ ആഗ്രഹങ്ങൾ, എന്നോടൊപ്പമുള്ള ഞാൻ അനുഭവിക്കുന്ന കഠിനതകൾ അത് പ്രാർത്ഥിക്കുവാൻ, അത് ചോദിച്ച് മനസ്സിലാക്കി ആ കഠിനതകൾ പലതും പങ്കിടുവാൻ, കടഭാരങ്ങൾ, മക്കളാൽ ഭാരപ്പെടുന്നവർ, എന്തു തന്നെ പ്രതിസന്ധി ഉണ്ടായാലും ഈ ഒരു പുരുഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവരുടെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ പുരുഷനുണ്ടാകും. കാരണം ഒരു കുടുംബത്തെ നയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ സകല ആവശ്യങ്ങൾക്കുമുള്ള ധനം കണ്ടെത്തേണ്ടത്, ആവശ്യങ്ങൾക്കുള്ള തുക കണ്ടെത്തേണ്ടത് പുരുഷനാണ്. അപ്പൊ എന്ത് വന്നാലും മക്കളായാലും ഭാര്യയായാലും ആശ്രയിക്കുന്ന പുരുഷനെ ഈ സകല നിവർത്തിപ്പാൻ അവൻ ബാധ്യസ്ഥനാണ്. ഏത് തോട്ടത്തിൽ വെച്ച് അവിടെ സംഭവിക്കുന്നത്, ദൈവം കൽപ്പിച്ചു ഈ വൃക്ഷത്തിന്റെ ഫലം മാത്രം തിന്നരുത്. എന്നാൽ അവിടെ എന്ത് സംഭവിച്ചു? ഉപായത്തിൽ ഹവ്വായെ ചതിച്ചു, അത് പറിച്ചു തിന്നു അവനെ കൊടുത്തു. എന്നാൽ ആദവനറിയാം, ഇത് തിന്നുന്നാൽ ഞാൻ മരിക്കും. പക്ഷെ ആദം തിന്നു. അതിലൊരു മർമ്മമുണ്ട്. ആ മർമ്മം ഇവിടെ പിരിഞ്ഞ് എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നതല്ല. അല്ലെങ്കിൽ അത് ആദം തിന്നുകയില്ലായിരുന്നു. ആദം തിന്നു, പാപിയായി തീർന്നു. ഹവ്വ തിന്നു, അവൾ പാപിയായി. ഇനി താനും അത് തിന്നുവാനായി. കാരണം അവർ തമ്മിലുള്ള ആ ബന്ധത്തെ അവർ കാണിക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ നമുക്ക് നേരിട്ടാലും ഈ തക്കതായ തുണയുടെ ശുശ്രൂഷ ഒരു സ്ത്രീയിൽ നിക്ഷിപ്തമാണ്. ആ പാത്രം, ആ നിക്ഷിപ്തമായിരിക്കുന്ന പാത്രമാണ് സലോമോൻ പറയുന്നത്, സ്ത്രീകളിൽ ജ്ഞാനിയായവൾ തന്റെ ഭവനം പണിയുന്നു, മോശത്വമുള്ളവളോ സ്വന്തം കൈകളാൽ കളയുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനം, ഈ പരിജ്ഞാനം എവിടെ നിന്ന് വരണം? ഈ പരിജ്ഞാനം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. സംഗീതക്കാരൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് പാപം ചെയ്യാതിരിക്കരുത്, ഞാൻ നിന്റെ വചനത്തെ ഹൃദയത്തെ സംഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് സംഗ്രഹിച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളോട് പാപം ചെയ്യാതിരിക്കുവാൻ. ഒരിക്കലും മനുഷ്യൻ പാപം ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. എന്നാൽ പാപിയെ ദൈവം വിളിക്കുന്നു. ഞാൻ നീതിമാന്മാരെയെല്ലാം പാപികളെ വിളിക്കാൻ വന്നത്. ഏത് പാപമായ ജീവിതത്തെ കിടക്കുന്നവരെ വിളിച്ച് ക്രിസ്തുവാകുന്ന പാറയെ നിർത്തി തന്റെ രക്തത്താൽ തന്റെ അവസാനത്തിൽ ചോദ്യങ്ങളെയും മാനവരാശിയുടെ പാപത്തിന് പരിഹാരമായി ആ കുഞ്ഞാറ്റിന്റെ രക്തത്തെ നമ്മെ വീണ്ടെടുത്ത് നമ്മെ വിളിച്ച് വേദിച്ച ആ സർവശക്തനായ ദൈവം, ആ കരുണയുടെ സമ്പന്നത ആർക്കെങ്കിലും തരുവാൻ സാധിക്കുമോ? തന്റെ ജീവനെ തന്നെ തരുന്നതിലും അതേ സ്നേഹം മറ്റാർക്കും തരുവാൻ കഴിയില്ല എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു കുടുംബം ഇപ്രകാരം മീറ്റിംഗ് ആയതുകൊണ്ട് ഞാൻ ഇത് പറയാത്ത ദൈവാത്മാവ് ഇന്ന് അനേക കുടുംബികളുടെ ഇരിപ്പുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിത ദൈവത്തിന്റെ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് പറയുമ്പോൾ അത് സൗഭാഗ്യകരമല്ലാത്ത ഒരു ജീവിതം ഒരിക്കലും മാറരുത്.
കുടുംബത്തിൽ ഒരു ഭാര്യ ഭർത്താവെന്ന് പറയുമ്പോൾ അതിൻ്റെതായ രീതിയിൽ അവർ ഒരുമിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഏത് ബലഹീനതയുടെ നടുവിലും തക്കയുടെ സാന്നിധ്യം നാം പകരണം. നമുക്കറിയാം, ഒരു പുരുഷൻ വെളിയിൽ ജോലിക്ക് പോയി വരുമ്പോൾ അവന്റെ മുഖത്ത് നോക്കിയാൽ മനസ്സിന്റെ കണ്ണാടി എന്ന് പറയുന്ന മുഖമാണ്. ഒരു യഹോവഭക്തിയായ ഒരു സ്ത്രീക്ക് തീർച്ചയായും ആ മുഖം കാണുമ്പോൾ തന്റെ ഭർത്താവിന്റെ മനസ്സിലെ വിഷയങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കണം. കണ്ടത്തിൽ അനേക പ്രതിസന്ധികൾ ഹൃദയത്തിൽ നൊന്തായിരിക്കും വരുന്നത്. എന്നാൽ ആ കുടുംബിനിയുടെ പരിപാലനം, ആ കുടുംബിനിയുടെ ഒരു വാക്ക്, ആ കുടുംബിനിയുടെ ഇടപഴകൽ, ഇതെല്ലാം മറക്കുവാനിടയാകും. മറന്ന് തങ്ങൾ ഈ വിഷയങ്ങൾ എന്താണ് ഇതിന്റെ വിഷയം എന്ന് ഒന്ന് ചോദിക്കുവാൻ, അത് തമ്മിൽ പങ്കിടുവാനും അതിന്റെ പരിഹാരം കാണുവാൻ, അതിന് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുവാൻ ദൈവവചനത്താൽ ഒന്നുകൂടെ ദൈവവചനത്താൽ പ്രചോദനം നൽകുവാൻ നമുക്ക് സാധിക്കും. നമ്മളെ കൊണ്ട് കഴിയുന്നത് അതാണ്. യഹോവ ഭക്തനായ പുരുഷൻ, അനുഗ്രഹിക്കപ്പെട്ട പുരുഷന്റെ കുടുംബ ജീവിതത്തിൽ വരുന്ന ദൈവിക വാഗ്ദത്തങ്ങളാണ് ഇവയെല്ലാം. അങ്ങനെ നാം എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ലോകത്തിൽ നോക്കാൻ വേണ്ടി നമുക്കറിയാം നമ്മുടെ ജീവിതങ്ങൾ എങ്ങനെയാണ്. പണ്ടൊക്കെ അവരാണ് യജമാനനെ എന്ന് വിളിക്കുന്നു. ഇന്ന് നമുക്കറിയാം പേരിൽ വിളിക്കുന്ന ഭാര്യമാരുണ്ട്. എടോ എന്ന് വിളിക്കുന്നുണ്ട്. സ്നേഹം കൂടുതലെന്നാണ് പറയുന്നത്. ക്രിസ്തീയ വൈദ്യന് അത് അംഗീകാരമുള്ളതല്ല. എന്നെ മനസ്സിലാക്കാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുള്ളതാണ്. അതല്ല ദൈവവചനത്തിൽ പറയുന്ന ഓരോ കാര്യാദികളും ദൈവത്തിന്റെ സന്നിധിയിൽ നാം ഒരിക്കലും പാപം ചെയ്യുവാൻ നിങ്ങളുടെ വാക്കുകളാൽ നിങ്ങൾ കുടുങ്ങി പോകുവാനിടയാകരുത് എന്ന് വിശുദ്ധ ബൈബിൾ തന്നെ നമ്മെ ഒന്നാമതായി പഠിപ്പിക്കുന്ന കാണുവാൻ സാധ്യതയാണ്. യൗവനകാലത്ത് സിട്ടാവെന്ന് ഓർത്തുകൊള്ളുക. ഒരു യൗവനക്കാലത്ത് എന്ന് പറയുമ്പോൾ യൗവനകാലത്തിന്റെ സിട്ടാവെന്ന് ഓർക്കണം. സിട്ടാവനെ ഓർക്കുവാൻ പറയുവാൻ കാരണം നമ്മളെ സിദ്ധിച്ച സർവശക്തനായ ദൈവത്തെ ഓർത്തുകൊണ്ടായിരിക്കണം നാം ജീവിക്കേണ്ടത്. പിന്നെ വരാൻ പോകുന്നത് താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് അറിയാത്തതായിരിക്കും. സ്വാതന്ത്ര്യത്തിന് 12-ാമത്തെ താഴോട്ട് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാതെ സാധിക്കും. യൗവനകാലത്ത് സിട്ടാവനെ ഓർത്തുകൊണ്ടായെന്ന് പറയുവാൻ കാരണം പിന്നെയുള്ള അവസ്ഥകൾ എപ്രകാരമാണെന്നുള്ള താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് അറിയാമായിരിക്കും. അപ്പൊ എപ്പോഴും ഈ സിട്ടാവിനെ ഓർത്തുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുക. ഈ സിട്ടാവിന്റെ പദ്ധതി മാത്രമേ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കൂ എന്ന് നാം ഒന്നാമതായി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നാം മാതൃകാ ദമ്പതികളായി നമ്മുടെ മക്കളെ നാം വളർത്തുമ്പോൾ അവർ ആ വഴിയിലൂടെ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നമ്മുടെ മക്കൾ കുഞ്ഞിൽ നാം മനസ്സിലാക്കുന്നു, കണ്ടുപിടിക്കുന്നു. ഒരു വചനം വായിക്കാൻ പറ്റണം. തീത്തോസിന്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ വായിക്കാം. നീയോ പഥ്യോപദേശത്തിന് ചേരുന്നത് പ്രസ്താവിക്കാം. ഇത് പഥ്യ ഉപദേശമാണ്. ഒരു കുടുംബത്തിന്, മാതാപിതാക്കൾക്ക്, വൃദ്ധർക്ക് എല്ലാമുള്ള പഥ്യ ഉപദേശം. യൗവനക്കാർക്ക്, യൗവനക്കാരത്തികൾക്ക് വായിക്കാം, പ്രസ്താവിക്കാം. വൃദ്ധന്മാർ നിർമ്മതര്. നമുക്കറിയാം ഒരു യൗവനക്കാരൻ അല്ലെങ്കിൽ യൗവനക്കാരത്തിന്റെ കുടുംബത്തിൽ നിന്ന് അവിടെ വൃദ്ധന്മാരുണ്ട്. അത് പിതാവിനെ കാണിക്കുന്നു. അവർ നിർമ്മതർ. ഒന്നാമതായി നിർമ്മതരും ഗൗരവവും. അപ്പൊ നിർമ്മത ആണെങ്കിൽ മാത്രമേ ഗൗരവം ഇപ്രകാരം ദൈവവചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ആ സാന്നിധ്യത്തിൽ എന്റെ വചനത്തിൽ ഉറയ്ക്കുന്നവനെ കടാക്ഷിക്കും. എപ്പോഴും ദൈവവചനം അത് നിർമ്മതരായി നിങ്ങൾ
നിങ്ങൾ നിർമ്മലരായി തീരും, ഞാൻ നിർമ്മലജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായി തീരും. ദൈവത്തിന്റെ വചനം. അപ്പൊ ആ നിർമ്മലജലം തളിച്ചുകൊണ്ട് നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം, അത് പ്രാപിച്ചിരിക്കണം. അതാണ് നിങ്ങൾ നിർമ്മലരും ഗൗരവവും, അടുത്ത് വായിക്കാം, സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരായിരിക്കണം. അപ്പൊ നമ്മുടെ ആരോഗ്യവും സൗന്ദര്യവും ഏതിലാണ്? നമ്മുടെ സൗന്ദര്യം സകലതും മായ. ഈ ലോകത്തിൽ ഇതെല്ലാം വിട്ടുപോകുന്ന ഒരു ദിവസം വരും. നമ്മുടെ ആരോഗ്യം അത് വിട്ടുപോകുന്ന ഒരു ദിവസം വരും. യൗവന കാലത്ത് നിന്റെ സൃഷ്ടാവിനെ നീ ഓർക്കണം. ഓർത്തു കഴിഞ്ഞാൽ ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ വൃദ്ധന്മാർ നിർമ്മലരും ഗൗരവവും സുബോധവും ഉള്ളവരും വിശ്വാസത്തിലും സ്നേഹത്തിലും സഹിഷ്ണുതയിലും ആരോഗ്യമുള്ളവരുമായിരിക്കും. എന്ന് വെച്ചാൽ ഇതിലൂടെ ആയിരിക്കണം നിന്റെ ആരോഗ്യവും നിന്റെ സൗന്ദര്യവും. നിന്റെ അകത്തുള്ള പുറത്തുള്ള ഫലം കണ്ടാൽ അറിയാം ഉച്ചം ഏതെന്ന്. അപ്പൊ ഈ ഫലം കാണുമ്പോൾ നീ ആകുന്ന വൃക്ഷം. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. എന്നിൽ കാറ്റാത്ത കൊമ്പുകളൊക്കെയും അത് വെട്ടിക്കളയുന്നു. കാറ്റുന്നതൊക്കെയും അതേപോലെ കാക്കേണ്ടതിനെ ചെത്തി പിടിപ്പാക്കുന്ന ശുശ്രൂഷ ഒരു ദൈവവേദന്റെ ജീവിതത്തിൽ ദൈവം വളർത്തിട്ടുള്ളതാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി എന്ന് അനേകം മുന്തിരിവള്ളികൾ ഈ ലോകത്തിൽ ഉണ്ടായിരിക്കാം. എന്നതല്ല, സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്ന കൊമ്പിൽ ഈ സാക്ഷാൽ മുന്തിരിവള്ളി ഒരു കൊമ്പായി അകത്ത് പ്രവേശിച്ചിട്ട് അതിനകത്ത് കടന്നിട്ട് ഒരു കൊമ്പായി പുറത്തു വന്നിട്ട് കായ്ക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സകലത് ദൈവത്തിലൂടെ ഇന്നത്തെ ഗുരുവാക്യം പറയുന്ന പോലെ നിങ്ങൾ പ്രത്യാശിക്കുന്ന ശോഭാവിൽ വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നതായെന്ന് ദൈവം അറിയുന്നു. ആ ദൈവം അറിയുന്ന അറിവിലൂടെ ദൈവം കണ്ടിട്ടുള്ളതിലൂടെ മാത്രം നാം ഏതിൽ ആരോഗ്യമുള്ളവരായിരിക്കണം. ഈ ദൈവവചനത്തിൽ വേരുന്നി, ഈ ദൈവത്തിന്റെ അതാണ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എന്റെ വചനത്തിൽ വിറയ്ക്കുന്നവരാണ്. ഇതൊന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവവചനത്തിൽ ഞാൻ വിറയ്ക്കണം. ദൈവവചനം മുറുകെ പിടിച്ചുകൊണ്ട്, അതാണ് ഇതിന്റെ പ്രവാചകന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, എന്റെ വചനം നിവർത്തിക്കേണ്ടതിനെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ വചനം ജീവനിൽ ചൈതന്യമുള്ള ഇതിലെ വാർത്തയുള്ള വാളായി സകല തന്റെയും മറ്റേ അസ്ഥികളെ വേർതിരിക്കുന്നവരെ അത് തുറച്ചു ചെല്ലുന്നത് നാം എന്ത് വചനം മുറുകെ പിടിച്ചുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന വിഷയത്തിന്റെ കടവിൽ ദൈവത്തിന്റെ വചനം അത് നിവർത്തിയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ചുമ്മാതല്ല. ദൈവത്തിന്റെ വചനമാണ് ജീവനുള്ളത്. വചനം ദൈവമാകുന്നു പറയുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എന്റെ വചനം നിവർത്തിക്കേണ്ടതിനെ ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് വെച്ചാൽ നാം എന്താണ് എന്ന് മനസ്സിലാക്കുന്നത്? നാം ദൈവത്തിന്റെ വചനം, അതായത് എല്ലാ വചനങ്ങളും ദൈവ വാഗ്ദത്തത്തോടു കൂടിയാണ്. നമുക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു നിയമമുണ്ട്. അവൻ എന്നോട് പറ്റിയിരിക്കുക നിയമം, ഞാൻ അവനെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. കടൽമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ നിയമം ഈ മലയോട് കടലിലേക്ക് ഇറങ്ങി ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് പോകും. ഇങ്ങനെ അനേക വാഗ്ദത്തങ്ങൾ ഉണ്ട്. ഈ സകല വാഗ്ദത്തങ്ങൾക്കും നിയമം വെച്ചിട്ടുണ്ട്. നിയമമില്ലാത്ത ഒരു വാഗ്ദത്തവുമില്ല. അപ്പൊ നിയമം പാലിക്കുന്നവർക്കാണ് ഈ വാഗ്ദത്തം പ്രാപിക്കുവാൻ കഴിയുന്നത്. നാം ഇവിടെ ചിന്തിച്ചതുപോലെ തന്നെ ഈ നിയമം എപ്പോഴും നാം പാലിച്ചുകൊണ്ട് ദൈവവചനത്തിൽ നാം വിശ്വാസം അർപ്പിക്കണം. എന്റെ വചനം നിവർത്തിക്കേണ്ടത് ഞാൻ ജാഗരിച്ചുകൊള്ളും. അങ്ങനെയാണെങ്കിൽ ദൈവം എനിക്ക് സുഖമില്ല. നാം എന്ത് ചെയ്യും? യഹോവ എന്നെ സൗഖ്യമാക്കണമേ. നിന്റെ ദൈവം എന്നെ സൗഖ്യമാക്കി സൗഖ്യം വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ പാപങ്ങൾ, എന്റെ കുറവുകൾ, എന്റെ പൊരുൾ എറിഞ്ഞു കളഞ്ഞുകൊണ്ട് ഞാൻ വിടുവിക്കുന്ന യഹോവ, ഞാൻ ശക്തീകരിക്കുന്ന യഹോവ, നിന്റെ സകല രോഗങ്ങളെയും പുറകിൽ എറിഞ്ഞു കളയുന്ന യഹോവ എന്നീ വചനത്തിന്റെ വാഗ്ദത്തം ദൈവമേ എന്റെ ഈ ശരീരത്തിന്മേൽ അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്മേൽ എന്റെ തലമുറയുടെ മേൽ പകരണമെന്ന് ഈ വചനത്തിൽ നാം ജാഗരിക്കുന്നു. കാരണം ദൈവത്തിന്റെ വചനം
ആര് മുറുകെ പിടിച്ചുകൊണ്ട് വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും എന്നുള്ള ആ ദൈവത്തിന്റെ വചനം നിവർത്തിക്കേണ്ടതിന് ദൈവം ഞാൻ എന്റെ വചനത്തിൽ ജാഗരിച്ചു കൊള്ളും. എന്തിനു വേണ്ടി? ഞാൻ എന്റെ വചനം നിവർത്തിക്കേണ്ടതിന്. വചനത്തിന് നിവർത്തി ആരെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ നാളിൽ ദൈവത്തിന് എഴുന്നേൽക്കാൻ സാധിക്കില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ നിങ്ങളോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയുക. സങ്കീർത്തനക്കാരൻ ഒരിക്കലും ദൈവത്തിന്റെ ശരീരം പാപം ചെയ്യാതെ സങ്കീർത്തനക്കാരൻ്റെതായ ഒരു ശക്തിയിലും ബുദ്ധിയിലും ജ്ഞാനത്തിലും അവന് സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മാവ് മറ്റൊരു കാര്യം പരിശുദ്ധാത്മാവെന്ന കാര്യത്തിൽ ആ ഹൃദയത്തിലുണ്ട് എങ്കിൽ തീർച്ചയായും സംഗ്രഹിച്ചിരിക്കുന്ന വചനത്തിന്റെ ഏത് പ്രതിസന്ധിയുടെ ശത്രുവിന്റെ ആരോപത്തിന്റെ നടുവിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവത്തിന്റെ വചനം എഴുന്നേൽക്കും, അവനോട് നിർദ്ദേശിക്കും. ആ ഭക്തൻ പറയുന്നത്, ഞാൻ നടക്കേണ്ടുന്ന വഴി ഞാനല്ല അറിയുന്നത്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു ഭക്തനായ ദാവീദ് പറയുന്നത്, ഞാൻ നടക്കേണ്ടുന്ന വഴി ഞാനല്ല അറിയുന്നത്, നീ അറിയുന്നു. ഇതായിരിക്കണം നമ്മുടെ പ്രത്യാശ, ദൈവത്തിൽ പ്രത്യാശ. അപ്പൊ ദൈവത്തിലുള്ള പ്രത്യാശയുള്ള ഏവരെ നമുക്കൊരു ധൈര്യം ദൈവത്തിൽ മാത്രമാണ്. ശത്രുവിന് മുമ്പേ മേശ ഒരുക്കുന്ന ദൈവമാണ്. ശത്രു തന്നെ എത്രയോ തവണ ശൗലും കൂട്ടനും തന്നെ തകർക്കുവാൻ, തന്നെ ജീവനെ ഭയപ്പെടുത്തുവാൻ നോക്കിയെങ്കിലും ഒരിക്കലും ശൗലിനെ തന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടും അവനെ കൊല്ലാതെ വിട്ടതാണ് ദാവീദ്. അവൻ എവിടെ വെച്ച് ഭയ വരുത്തമായിരുന്നു, എങ്കിലും അത് ചെയ്തില്ല. ശത്രുവിന്റെ മുമ്പേ മേശ ഒരുക്കുന്നത്, അതാണ് ആ സങ്കീർത്തനക്കാരൻ 23-ാം സങ്കീർത്തനത്തിൽ എല്ലാവർക്കും കാണാൻ പാടാൻ ഇടയായിരിക്കുന്നത്. യഹോവ എന്റെ ഇടയനാകുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് മുട്ടുണ്ടാകുകയില്ല എന്ന് പറയുവാനുള്ള കാരണം താഴോട്ടുള്ള എല്ലാം, അതായത് തന്റെ തീരുമാനം, യഹോവ എന്റെ ഇടയനാകുന്നു എന്നുള്ള തീരുമാനമാണ് താഴോട്ടുള്ള അവസാനത്തെ വരെ. പിന്നെ എല്ലാം വാഗ്ദത്തങ്ങളാണ്. യഹോവ എന്റെ ഇടയനാകുന്നു എന്നുള്ള തന്റെ തീരുമാനത്തെ താൻ അടിസ്ഥാനം ഇട്ടുകൊണ്ട് തന്നെ പണിതിരിക്കുന്നു. ബാക്കി മുഴുവൻ വാഗ്ദത്തം അവസാനം പറയുന്നത്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ അന്വേഷിച്ച് നടക്കണ്ട. യഹോവ എന്റെ ഇടയനാകുന്നുവെന്ന് നിങ്ങൾക്കൊരു തീരുമാനം ഉണ്ട് എങ്കിൽ നിങ്ങളുടെ മക്കളുടെ കാര്യം, നിങ്ങളുടെ കുടുംബത്തിന്റെ കാര്യം, നിങ്ങളുടെ കടഭാരത്തിന്റെ കാര്യം, നിങ്ങളുടെ രോഗത്തിന്റെ കാര്യം, നിങ്ങളുടെ ഭാരത്തിന്റെ കാര്യം, അനാവശ്യ ഗുരുക്കളുടെ കാര്യം, ബാക്കിയുള്ള ശത്രുക്കളാൽ നിങ്ങൾ ഭയപ്പെടുന്ന വിഷയം, യാതൊരു വിഷയത്തിന്റെ പേരും നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവഭയം, യഹോവ എന്റെ ഇടയനാകുന്നു, എന്റെ കാര്യം നോക്കുവാൻ എനിക്ക് ഇടയനുണ്ട്, ഒരു ഇടയ ശ്രേഷ്ഠനുണ്ട്. ആ ഇടയന്റെ കൈക്കല് ഒരാളായി ഞാൻ ആയിരിക്കുന്നിടത്തോളം കാലം എന്റെ പരിപൂർണ്ണ സംരക്ഷകൻ ആ ഇടയനാണ് എന്ന് നിങ്ങൾക്ക് ശബ്ദം ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെയാണ് സങ്കീർത്തനക്കാരനായ ദാവീദ് തീരുമാനിച്ചത്, യഹോവ എന്റെ ഇടയനാകുന്നു. ആ ഇടയന്റെ മാർഗം, തന്റെ ജീവിത മാർഗം, തന്റെ വീരത്തിന്റെ സകലത്തിന്റെയും കാരണം, കുടിയാത്തതിന് കാരണം, വലനാം ഗോലിയാത്തിനെ തന്റെ സഞ്ചിയിലായിരുന്ന ഒരു കല്ലെടുത്ത് അവനെ തകർത്തതിന് കാരണം യഹോവ എന്റെ ഇടയനായതുകൊണ്ട്. എന്റെ ഇടയൻ എന്റെ കൈകാലുകൾക്ക്, എന്റെ വിരലുകൾക്ക് അഭ്യാസം വരുത്തുന്നവൻ ഏത് നേരത്ത് എന്ത് ചെയ്യണമെന്ന് ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം തന്നെ ആലോചന പറഞ്ഞു തരും. അതിനാണ് ഞാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ സഞ്ചരിക്കുന്നു. എനിക്ക് എന്ത് ആവശ്യം എപ്പോഴുണ്ടോ ഉടനെ തന്നെ ഞാൻ എന്നോട് തന്നെ ചോദിക്കും. എന്റെ ഹൃദയത്തിൽ സഞ്ചരിച്ചിരിക്കുന്ന ദൈവത്തോട് ചോദിക്കും. വചനം ദൈവമാണെന്ന്, ആ വചനത്തെയാണ് ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നത്. വചനം ദൈവമാണെന്ന് വിശുദ്ധ ബൈബിളിൽ പറയും. ആദ്യം വചനം ഉണ്ടായിരുന്ന വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ വചനമാണ് എന്റെ ഹൃദയത്തിലായിരുന്നു. വചനം സന്തായിരുന്നു. ഇതിൽ അനേക ഉദാഹരണം എനിക്ക് പറയാനുണ്ട്. കാരണം ദൈവം എന്നെ പണ്ട് സ്നേഹിച്ചിരുന്നത് തെളിവ്. നമ്മുടെ വിഷയം കിടക്കുന്ന സമയം പോട്ടെ. പല കാര്യങ്ങളുടെ നടുവിലും ഞാൻ ഇപ്രകാരം ചിന്തിക്കും, ഇത് ഞാൻ സംഭവിക്കും, ഉടനെ തന്നെ വിട്ടേണ്ട കാര്യമാണ് നടക്കുന്ന കാര്യം. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് അതുപോലെ സംഭവിക്കും. ഇങ്ങനെ 100 കാര്യങ്ങൾ
ദൈവം എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം എന്നെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ കണക്കിന്റെ യൗവനകാലത്ത് ആർക്കും മെരുക്കാത്ത ഒരു കുതിരയായിരുന്ന എന്നെ ദൈവം മെരുക്കുമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. കാരണം ദൈവത്തിന്റെ പദ്ധതി ദൈവം നടപ്പാക്കുമെന്നൊക്കെ നീ എത്ര തന്നെ ഏതെങ്കിലും നടന്നാലും നിന്നെ ഒരു ദിവസം ഞാൻ മടക്കി കൊണ്ടുവരും. ഈ പ്രവാസത്തിലേക്ക് പോയവരെ മടക്കി കൊണ്ടുവന്നതുപോലെ ദൈവം മടക്കി കൊണ്ടുവരുന്ന ദൈവത്തിന്റെ പദ്ധതി മാത്രമേ വിജയിച്ചുള്ളൂ. എന്റെ മാതാവ് മരിച്ചുപോയി, എന്റെ പിതാവ് മരിച്ചുപോയി. ഞാൻ വെള്ളമടച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ പിന്നെ മാതാവ് എന്റെ തലയ്ക്കരികൾ വന്നതുകൊണ്ട് ഈ അമരവിളയാണ് എന്റെ അമ്മയുടെ സ്ഥലം എന്നാണ് അമരവിള. ആ CSI പള്ളി രംഗങ്ങളൊക്കെയാണ് ആയിരുന്നു. എന്റെ അമ്മ പറയാ, എന്റെ അമ്മ നിന്ന് കരയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ ചുമ്മാ കരയാതിരിക്കും. എന്റെ തലക്കിൽ നിന്നുകൊണ്ട് ഈ കോളുവയൊക്കെ ഇവിടെ കൂടെ ഇങ്ങനെ ഒലിക്കും. ഈ കോളുവയൊക്കെ എന്തെന്നറിയാം, മദ്യപിച്ച് കിടക്കുന്ന ഈ കോളുവയൊക്കെ തുപ്പി അവിടെ കിടക്കും. അവിടെ ഇട്ടിട്ട് വെള്ളമൊന്നും കഴിക്കാതെ വെറും വെള്ളം മാത്രമാണ് പിന്നെ കുഴി കിടക്കുമ്പോൾ ഇവർക്ക് കരച്ചില്, ഇവരൊന്നും കഴിക്കുകയില്ല. അപ്പോൾ ഞാൻ പറയും, നിങ്ങൾ ചുമ്മാ നിങ്ങൾ കരയാതെ. ഞാനൊരു മിന്നും ഉടനെ എന്റെ അമ്മ പറയും, നിന്റെ മിന്നുന്നതാണ് നീ ഇടിവെട്ടിയുടെ കിടക്കണത്. നിന്റെ മിന്നക്കാണ് ഇടിവെട്ടിയുടെ കിടക്കാൻ കാരണം. നീ കൂടുതൽ മിന്നാതെ എന്ന് പറയും. എന്നാൽ അവർ മരിക്കുന്നതിന് മുമ്പ് എന്റെ പണി തന്നെ കിടക്കുവാനും ഞാനൊരു ശുശ്രൂഷനായി പല സ്ഥലങ്ങളിലും പോകുവാനും 36 ഫ്രീ കൺവെൻഷൻ തന്നെ കൊറോണയ്ക്ക് മുമ്പ് നടത്തുവാനിടയായി. ഇതിനെയൊക്കെ നടത്തുന്ന ഒരു ടീം എനിക്കുണ്ട്. കാനക്കോട് ടവർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ് എൻ്റെ പേര്. ടവർ മിനിസ്ട്രി എന്ന് സഭാപ്രവർത്തനങ്ങൾ. ഇതിൻ്റെ പേരിലാണ് ദിവസവും രാവിലെ തന്നെ അവിടെ ഈ ശുശ്രൂഷ. ഞാൻ 2 പാട്ടും ഒരു ദൈവജനം വായിച്ച പ്രസംഗവും ഒരു പ്രാർത്ഥനയും. കാരണം അതിനും അവിടെ പ്രശ്നമുണ്ടായി. കാരണം എൻ്റെ വീടിൻ്റെ ഉയരത്തെ ഒരു കാലാണ്, 150 കാളുണ്ട്. അവിടെ 8 ട്രംപറ്റ് കാണാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ആരംഭിച്ച നാളെ എന്നോട് ഓരോരുത്തർ പറയും, നീ എന്തോ പറയും പ്രസംഗം, എന്തിനാണ് പറയുന്നത്? പക്ഷെ കാര്യം എനിക്ക് അറിയണം പ്രസംഗിക്കാനാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വായിക്കണമെന്ന് പറയുന്നത് എനിക്കൊരാഗ്രഹമായി. അപ്പോൾ ഒരു 1, 2, 3 വർഷം വരെ ഇത് എൻ്റെ പാട്ട് ആളുകളൊരു മൈൻഡില്ല. അപ്പോൾ 3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ വിട്ടുപോകുന്ന പരിപാടിയൊന്നും ഇല്ല. കാരണം ദൈവത്തിന് പ്രവർത്തിക്കാൻ സമയമുണ്ട്. അങ്ങനെ ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ സകലത്തെ ദൈവാത്മാവ് സന്ദർശിക്കുവാനിടയായി. എന്നാൽ ഇന്ന് ദൈവം ഒരു വചനം വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൂടെ എന്തൊക്കെ വായിക്കണം, അത് ഇപ്രകാരം വ്യാഖ്യാനിക്കണം എന്നുള്ളതെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ നാവത്തിലായതുകൊണ്ട് സംസാരിപ്പാൻ അത് ദൈവം തന്ന ദൈവത്തിന്റെ ദാനം സകലവും ദൈവത്തിന്റെ ദാനം അത്രയാകുന്നു. ഒരിക്കൽ ഒരു മുറിയിൽ കാട്ടാക്കട പട്ടണത്തിൽ എന്റെ സ്ഥാനം ഒതുക്കി ഭാര്യയെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഡൽഹിയിൽ പോകുന്നത്. ഒറ്റ മുറി പിശാചൻ അങ്ങനെ ഒതുക്കി കുടിപ്പിച്ച് സകലത്തിൽ നയിച്ച് കടം കയറ്റി പോകുന്നത് സുൽത്താനായിട്ട് വരാൻ. അവസാനം പോയതുപോലെ തന്നെ എന്ത് ചെയ്തു, മടങ്ങി വരുവാനാണ്. ഒരു സുൽത്താന്റെ പരിപാടി നടന്നില്ല. പക്ഷേ എന്റെ ഉദ്ദേശം, ലോകപ്രകാരം എന്റെ ഉദ്ദേശം അവിടെ നടന്നുവെങ്കിൽ ഇന്നൊരിക്കലും ഈ ദേശത്ത് ഇവിടെ ഞാൻ നിൽക്കുകയില്ല. ദൈവം കാനക്കോട് 26 വർഷങ്ങൾ ചെയ്യുന്ന ശുശ്രൂഷ ദൈവത്തൊക്കെ ദൈവം എനിക്ക് പറ്റുകയില്ല. ദൈവം എന്നെ കണ്ടിരുന്നത് വേറെയാണ്. അതാണ് നേരത്തെ പറഞ്ഞ നമ്മുടെ സ്വഭാവം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതുകൂടെ വായിക്കാം. അമ്പത്തഞ്ചാം 8, 9 വായിക്കും. പെട്ടെന്ന് വായിക്കും. എടുത്തവർ പെട്ടെന്ന് വായിക്കും. അല്ല, യെശയ്യാ പ്രവചനത്തിൽ 55-ാം അധ്യായം 8. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്നപ്പോ അള്ളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് വില വേർതിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും അകന്നിരിക്കും. ഈ അകൽച്ച എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്റെ വിചാരങ്ങൾക്കെല്ലാം അവസാനം പാഴും ശൂന്യവുമായി. ഡൽഹിയിൽ നിന്ന് മിന്നി ഫ്ലൈറ്റിൽ വരുവാൻ തക്ക ഇട വന്നില്ല. എന്നാൽ എനിക്ക് ഇന്നലെ ഫ്ലൈറ്റിൽ കയറാനുള്ള ഭാഗ്യവും ഉണ്ടായില്ല.
എന്നാൽ യഹോവ ഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്ന നയനപ്രകാരം എന്റെ മകനുള്ള ഭാഗ്യം കൊടുത്തു. 16 പ്രാവശ്യം ബിസിനസ് ആവശ്യത്തിനായി ഡൽഹി, മുംബൈ, മുറീദാബാദ് ഇങ്ങനെ പല സ്ഥലങ്ങളിലും അവൻ പോകാൻ കർത്താവിന്റെ ദാസനെ നല്ലവണ്ണം അറിയാം. ഇന്ന് കേരളത്തിനകത്ത് എല്ലാ സംവിധാനമുള്ള കേരളത്തിനകത്തുള്ള ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഈ കാട്ടാക്കട റോസ് ബസ് ആണ്. എന്നെ പിശാച് ഒരുക്കിയത് ഒറ്റ മുറിയിൽ ഒതുക്കി എന്റെ ഭാര്യയും ആ ബലഹീന പാത്രത്തെ ഇത് ഏൽപ്പിച്ചിട്ട് ഞാൻ സ്ഥലം വിട്ടു. ഒറ്റ മുറിയിൽ നിന്ന് 3 സ്ഥലങ്ങളിലായി. കർത്താവിന്റെ ദാസൻ അറിയാം, ആ സ്ഥാപനം 10-30 ജോലിക്കാരും കൂടെ ഇന്ന് നടത്തുന്നു. പിശാച് ഒരുക്കാൻ നോക്കിയത് കാരണം യഹോവ ഭക്തനായ പുരുഷൻ, നിങ്ങൾ യഹോവ ഭക്തനായ പുരുഷനാണെങ്കിൽ തീർച്ചയായും എന്റെ മക്കൾ നീ അനുഗ്രഹിക്കപ്പെടും. നമുക്ക് അപ്പന് അമ്മയ്ക്ക് ഈ കഷ്ടതയിൽ ദൈവത്തിന് നിലവിളിച്ചുകൊണ്ട് നാം കരയുന്ന കരങ്കലിന്റെ ആ ലാഭത്തിന്റെ കണക്കെന്ന് പറയുന്നത് അത് മക്കൾക്കാണ്. നീ നൽകുന്ന ഉദരഫലത്തിന് അത് അനുഭവിക്കലാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് ഇന്നുവരെയും ഫ്ലൈറ്റിൽ കയറുന്നവരോട് ഞാൻ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ നിന്ന് പോകില്ല. അങ്ങനത്തെ സ്വഭാവക്കാരനാണ്. കാര്യം ബോധമുള്ള കാലത്തൊക്കെ പ്രത്യേകിച്ച് വിളി ഇറങ്ങാറില്ല. കർത്താവിന്റെ ദാസൻ എപ്പോൾ വന്നാലും ഞാൻ അവിടെ കാണും. കാരണം വിളി ഇറങ്ങിയ സംഗതി പോയി, അവിടെ ഒന്നും നടക്കില്ല. ഞാൻ പറയാൻ കാരണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നിന്റെ അധ്വാനമായ നീതി, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒരിക്കലും വാടുന്ന തൈയായിട്ടല്ല, ഒലിവ് തൈകൾ പോലെ. ഒലിവ് തൈയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ അത് പുഷ്ടി പ്രാപിച്ചുകൊണ്ട് നല്ല ആരോഗ്യമുള്ളവരായി അത് ഇപ്പോൾ നിൽക്കുന്നു. ഇപ്പോൾ നോക്കിയാലും ഏത് വേനൽക്കാലത്ത് അതിൻ്റെ പച്ചപ്പ് ഉണ്ടായിരിക്കും, വേനൽ ചൂട് കാണുകയില്ല. അങ്ങനെ നാം ചെയ്യുന്നതിൻ്റെ ഫലം നമ്മുടെ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയാവും. അടുത്ത് വായിച്ച ഒന്ന് തീർച്ചയായിട്ടും പുസ്തകം അതിലേക്ക് മടങ്ങി വരാം. പുസ്തകം 1-2 വാക്യം വായിച്ചു. അടുത്ത് 2 വാക്യം തന്നെ വായിച്ചു. അടുത്ത് ആരോഗ്യമുള്ളവരായിരിക്കണം എന്നും വൃദ്ധന്മാരൻ അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യന്മാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരും ആയിരിക്കണം എന്നും അവിടെ പറയുന്നത്. വൃദ്ധന്മാരും, ആദ്യം പറയുന്നത് വൃദ്ധന്മാർ, അടുത്ത് പറയുന്നത് വൃദ്ധന്മാരും. അങ്ങനെ എന്നുവെച്ചാൽ പുരുഷൻ എപ്രകാരമായിരിക്കും പുരുഷൻ തല, അതുപോലെ വൃദ്ധന്മാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും. ഒരു പവിത്രത വചനം പറയുന്നത് ഒരു പവിത്രത, അല്ലെങ്കിൽ എന്റെ സൗമ്യത. പവിത്രത എന്നൊക്കെ ഒരു വാക്ക് പോലെ തന്നെ അർത്ഥങ്ങൾ. എന്റെ സൗമ്യത എന്നെ വലിയവനാക്കി. നമ്മുടെ സൗമ്യതയാണ് നമ്മെ വലിയവനാക്കുന്നത്. അതുപോലെ ഇവിടെ പവിത്ര യോഗ്യരും, അടുത്ത് ഏഷണി പറയാത്തവരും വീഞ്ഞിനെ അടിമപ്പെടാത്തവരുമായിരിക്കണം എന്ന് അവിടെ പറയുന്നത്. തിരുവനന്തപുരം പുസ്തകത്തിൽ ഒരു വൃദ്ധനായ ഒരു മാതാവും പിതാവിൻ്റെയും വിഷയമാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത് പറയുന്നത് വായിക്കാം. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടത്. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കണമെങ്കിൽ നാം എന്ത് പഠിക്കണം? ആരിൽ നിന്ന് പഠിക്കണം? എങ്ങനെ പഠിക്കണം? അത് കുടുംബത്തിൽ നിന്ന് പഠിക്കണം. മാതാപിതാക്കളിൽ നിന്ന് പഠിക്കണം. മാതാപിതാക്കളിൽ നിന്ന് മാത്രമേ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരത്തികളാണ് ആദ്യം പറയുന്നത്. വായിക്കാം. 10 പ്രിയർ. അപ്പൊ ഈ 10 പ്രിയർ എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് പഠിക്കണം?
എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും. ദൈവം പറയുന്നത് അതുപോലെ നാം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നാം ഭർത്തൃപ്രിയരായിരിക്കണം. ഈ ഭർത്തൃപ്രിയ ആയിരുന്നുകൊണ്ട് നാം ജീവിക്കുന്ന ഈ ജീവിതം നമ്മുടെ മക്കൾ കണ്ട് അതിൽ ചൂടുവയ്ക്കാനിടയാവും. അനേക ഇടങ്ങളിൽ ഞാൻ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അനേക ഫലപ്രദമായ പരാതികളുമായിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും കുടുംബങ്ങൾ പ്രശ്നം. കാരണം ഈ കുടുംബത്തിൽ യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകുമെന്നുള്ള വചനത്തിന്റെ സാന്നിധ്യത്താലുള്ള ജീവിതം പലർക്കും കുടുംബങ്ങളിൽ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്ന് പറയുന്നെങ്കിലും അത് പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തതാണ് എന്നാണ് ജീവിതത്തിൽ ജനിക്കുന്നത്. കുടുംബങ്ങളിൽ സമാധാനമല്ല, തമ്മിൽ ചർച്ചയില്ല, മക്കൾ പറയുന്നത് കേൾക്കുകയില്ല. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, നാം പെരുമാറുന്ന പെരുമാറ്റങ്ങൾ കുഞ്ഞു നാളിലെ ഈ കുഞ്ഞുങ്ങൾ കണ്ടുപഠിക്കും. മാതാപിതാക്കൾ ആയിരിക്കണം മാതൃകാ ജീവിതം. ഒരു ഭർത്താവ് ഒരു ഭാര്യയുടെ കാര്യം നിർദ്ദേശിക്കുമ്പോൾ ഭർത്തൃപ്രിയ സ്ത്രീ യജമാനെ എന്നുള്ളതുപോലെ അതനുസരിച്ച് അത് കേൾക്കുമ്പോൾ 5 പ്രാവശ്യം ഒരു കുഞ്ഞാണെങ്കിലും അത് കാണുമ്പോൾ ആ കുഞ്ഞിനെ മനസ്സിലാകും, പപ്പ നിർദ്ദേശിച്ചത് മമ്മി അനുസരിച്ചു. ക്രിസ്തീയ ജീവിതമായി ഇത് കണ്ടുപഠിക്കുന്ന, ഇവിടെ വായിച്ചു കണ്ടതുപോലെ യൗവനക്കാരത്തികളെ ഭർത്തൃപ്രിയ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഒരു ശുശ്രൂഷയുമാണ് ഇറങ്ങി പോകുന്നുള്ള ആ വ്യക്തമായ ആ കാര്യം നാം മറന്നു പോകരുത്. ഭർത്തൃപ്രിയ അടുത്ത് വായിക്കാം. അല്ല, ഭർത്തൃപ്രിയൽ സന്താനപ്രിയൽ, പറയുന്നത് സന്താനപ്രിയൽ മക്കളെ വളരെ വാത്സല്യമായി ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അഭ്യസിപ്പിക്കാം. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ബാലന്റെ വടികൊണ്ട് അടിച്ചാൽ അവൻ വിട്ടുപോയില്ല. വടികൊണ്ട് അടിക്കുന്നതിനാൽ അവന്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ബാലൻ തന്നെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? എന്റെ വചനപ്രകാരം സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഇത് എവിടെ നിന്ന് പഠിക്കണം? ആരിൽ നിന്ന് പഠിക്കണം? അമ്മയപ്പന്മാരിൽ നിന്ന് തന്നെ പഠിക്കണം. കാരണം യഹോവ ഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. ഇത് പുറത്തു നിന്ന് പഠിക്കുന്നതല്ല. അകത്ത് 100 ഉദാഹരണങ്ങൾ എനിക്ക് പറയുവാനുണ്ട്. ഇന്നും ഒരു കർത്താവിന്റെ ദാസി പറഞ്ഞ് കണ്ണീരൊഴുക്കിയ വിഷയങ്ങൾ കാട്ടകട പട്ടണത്തിലെ കോടികൾ ആസ്തിയുള്ള ഒരു മാതാവ് പറഞ്ഞ് കരയുവാനിടയായി. അത് മാതാവ് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ പഠിച്ച ഒരു സഹോദരിയാണ്. കോടികൾ ആസ്തി, 2 മക്കളുണ്ട്. 2 മക്കളും വിവാഹിതരല്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ അവർക്ക് വിവാഹ ജീവിതം വേണ്ട. കാരണം തന്റെ മമ്മി അനുഭവിച്ച കഷ്ടത ഈ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കി. ഇപ്രകാരം ഒരു ജീവിതം വേണ്ട എന്ന് ഡോക്ടറേറ്റ് എടുത്ത മകൾ, അതുകൊണ്ട് തന്നെ സഹോദരന് പോകാൻ കഴിയാതെ ആയിരിക്കുന്നു. പിതാവ് മരണപ്പെട്ടു, മാതാവ് ഒന്നും ജീവിച്ചിരിക്കൊണ്ട് എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരിയാണ്. എന്നാൽ അബദ്ധവശാൽ ഞാൻ പറയുന്നുണ്ടായി, കാട്ടട പട്ടണത്തിൽ 1-ാം നമ്പർ കോടികൾ കുറഞ്ഞതൊരു 10-15 കോടിയെങ്കിലും ആസ്തിയാണ്. നീ ചിന്തിച്ചു നോക്കുക. കാരണം യഹോവ ഭക്തനായ ഒരു പുരുഷന്റെ ജീവിതം ആ പിതാവിനെ, ആ കുടുംബത്തിന് മാതൃകയാക്കി. ആ കുടുംബ ജീവിതത്തിൽ താൻ ചെയ്യേണ്ട ആ ദൈവത്തിന്റെ ദൈവിക വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ട, അപ്രകാരം വാഗ്ദത്തം ചെയ്ത് ഒരു യൗവനക്കാരനും കൂടെ കരം പിടിച്ച് ഇറങ്ങി ആ ജീവിതം കാഴ്ചവെക്കാതെ 2 മക്കളുടെ ജീവിതം അടിസ്ഥാനങ്ങൾ മറഞ്ഞുപോയാൽ നീതിമാന്മാർ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ പറയുന്നത് സുബോധം, ഭർത്തൃപ്രിയം, സന്താനപ്രിയ മക്കളെ നാം ഇങ്ങനെ വളർത്തണം. ദൈവം പറയുന്നത്, ഞാൻ എൻ്റെ മക്കളെ പോറ്റി വളർത്തി, അവരും എന്നോട് മത്സരിക്കും. അതുപോലെ നാം
വചനം പറയുന്ന പോലെ തന്നെ സന്താനപ്രിയരും ആണായാലും പെണ്ണായാലും മക്കളെ മാനിച്ച് മക്കൾക്ക് ദൈവവചനം പഠിപ്പിച്ച് ഞാൻ നേരത്തെ ചിന്തിച്ചതുപോലെ ആ ബാല്യത്തിൽ തന്നെ ബാല്യങ്ങൾ മുഖം ചുമക്കുന്നത് നല്ലത്. ഇതൊന്ന് ചുമക്കാൻ പഠിപ്പിക്കണം. ഈ വചനത്തിലൂടെ തങ്ങളുടെ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം മാതാപിതാക്കൾ തന്നെ ദൈവത്തിന്റെ വചനങ്ങൾ കുഞ്ഞുങ്ങളെ പറഞ്ഞു കേൾപ്പിക്കണം. പ്രാർത്ഥന കുടുംബത്തിൽ പ്രാർത്ഥന ജീവിതം നയിക്കപ്പെടണം. ബൈബിൾ വായിക്കുവാൻ പഠിപ്പിക്കണം. ഇന്ന് ലോകത്തിൽ നമുക്ക് ഈ ലോകപ്രകാരം കണ്ട് നാം ആനന്ദിക്കുവാൻ അനേക സൂത്രങ്ങൾ ഇന്ന് ലോകത്തിലുണ്ട്. പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവരെയും TV മുതൽ മൊബൈൽ വരെ ഇതെല്ലാം ഞാൻ ഉപയോഗിക്കുന്നവനാണ്. ഈ ബിസിനസ് ആവശ്യത്തില്ല, ഇത് മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. അത് ആവശ്യത്തിന് മാത്രം ഞാൻ ഉപയോഗിക്കും. കാരണം നമ്മുടെ മാതൃക, ഈ മാതൃക കണ്ടായിരിക്കണം നമ്മുടെ മക്കൾ പഠിക്കേണ്ടത്. അടിസ്ഥാനം നമ്മുടെ ഭവനത്തിൽ നിന്ന് മക്കൾക്ക് കൊടുക്കണം. അടുത്ത് വായിക്കാം. സന്താനപ്രിയരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നവരും. നമ്മുടെ വീട്ടുകാരെ നാം നോക്കി പരിപാലിക്കുമ്പോൾ മക്കൾ അത് കണ്ടുപിടിക്കുവാനിടയാകും. ഇതിനും അനേക ഉദാഹരണങ്ങൾ പറയും. ഇതൊക്കെ നിങ്ങൾക്കറിയാം, ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് നാം ഇത് നമ്മുടെ മക്കൾ പഠിച്ചാലേ അവർ അന്യഭവനത്തിൽ ഒരു പുരുഷനോട് കൂടെ ഇറങ്ങി പോകുമ്പോൾ അവരും ആ മമ്മി ചെയ്തതുപോലെ അല്ലെങ്കിൽ പപ്പ ചെയ്തതുപോലെ ആ കാൽച്ചുവടുകൾ ഒരുവൻ എന്നെ അനുഗ്രഹിച്ചിട്ടാൽ തന്നെത്താൻ തിരിച്ച് തന്നെ ക്രൂശെടുത്ത് എന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. അപ്പൊ നമുക്കിതൊരു ക്രൂശായിട്ട് മാറരുത്. നാം എന്ന് പറയുന്ന വ്യക്തിത്വത്തിൽ നാം ഒരു വിഷയത്തിൽ നാം നമ്മുടെ ജീവിതത്തിൽ പല ഘട്ടങ്ങളുണ്ട്. ബാല്യകാലം, യൗവനകാലം, വാർദ്ധക്യകാലം. ഈ ഓരോ കാലത്തിലും അതിൻ്റെതായ രീതിയിൽ ജീവിക്കുവാൻ ദൈവവചനത്തിൽ നിന്നും നാം എന്ത് ചെയ്യണം? നാം അതിൻ്റെ ആ വാർദ്ധക്യത്തെ നേടിയിരിക്കണം. അത് വാർദ്ധക്യത്തിൽ നമ്മുടെ യൗവനകാലത്ത് തെറ്റാമെന്ന് ഓർത്തു കഴിഞ്ഞാൽ വാർദ്ധക്യത്തിൽ ദൈവം നമ്മെ ചുമക്കുവാനിടയാണ്. ആ വാർദ്ധക്യത്തിൽ നിന്ന് ചുമന്നുള്ളൂ എന്ന് ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് വീട്ടുകാരെ നോക്കുന്നവരും ദയവുള്ളവരും. അപ്പൊ ദൈവത്തിന്റെ ദയ നമ്മെ ഓരോരുത്തരെയും മാനസാന്തരത്തിലേക്ക് നയിക്കുന്നതെന്ന് അറിയാതെ അവന്റെ ദയ, ക്ഷമ, ദീർഘശാന്തി എന്നിവിടെ ഐശ്വര്യം നിരസിക്കുന്നു. അവൻ ദയാലുവോട് അവൻ ദയാലുവാകുന്നു. അവൻ നാം ദയാലുവാണെങ്കിൽ നമ്മോടും ദൈവം ദയാലുവായിരിക്കും. നാം ദയയെ കൊടുക്കുന്നത്, രഹസ്യത്തിൽ കൊടുക്കുന്നത്, നാം പിച്ച കൊടുത്താലും ദൈവത്തിന്റെ പേര് പറയുന്നത് അത് മനുഷ്യൻ കാണേണ്ടത് നീ കൊടുക്കരുത്. നീ കൊടുക്കുന്നത് അത് രഹസ്യത്തിലായിരിക്കണം. അതിന് കാരണം എന്തെന്നറിയാമോ? ആ രഹസ്യത്തിൽ കാണുന്നതിന്റെ പിതാവ് നിനക്ക് രഹസ്യത്തിൽ തന്നെ നിനക്ക് അതിന്റെ പ്രതിഫലം തരും. ആ പ്രതിഫലം ഇവിടെയല്ല, അത് പ്രതിഫലം സ്വർഗത്തിൽ. നിന്റെ നിക്ഷേപം ഉള്ളിടത്തിൽ നിന്റെ ഹൃദയവും ഇരിക്കും. വിശ്വാസിയായ നാം ഓരോരുത്തരും നമ്മുടെ നിക്ഷേപം ഈ ലോകത്തിലുള്ള സ്വർഗത്തിലാണ് ചെറുക്കൂട്ടേണ്ടത്. അതിന് പട്ടികളിലും തെരുവീതികളിലും ആയുധങ്ങൾ കൊണ്ട് പ്രശസ്ത പിടിച്ചുകൊണ്ടോണം നാം ഉച്ച കൊടുക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയി. നിനക്ക് വേണ്ടി ഒരു കാരണ ഊതി കൈയടിച്ചു, നിനക്ക് പ്രശംസകൾ തന്നോ, അതിവിടെ കിട്ടി. സ്വർഗത്തിൽ പ്രതിഫലം ഇല്ല. നമ്മുടെ ദയ നാം കൊടുക്കുന്നത്, വചനം പറയുന്നത് നാം ചെയ്യുന്ന നീതിയാണ്. ദൈവത്തെ ഓർത്ത് നാം മറ്റുള്ളവർക്ക് കൊടുത്ത് സഹായിക്കുന്നത് നിങ്ങളുടെ നീതി എന്നാണ് യേശു കർത്താവ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ നീതി അത് രഹസ്യത്തിലായിരിക്കും. നാം ചെയ്യുന്ന നീതിപ്പെടുത്തി ഇടങ്കൈ വലങ്കൈ ചെയ്യുന്ന ഇടങ്കൈ അറിയരുത് എന്നാണ് അവിടെ പറയുന്നത്. അതുപോലെ തന്നെ അവിടെ പറയുന്നത് നാം വീട്ടുകാരെ നോക്കുന്നവര് ദയ ഉള്ളവര്. ഈ ദയ എല്ലാവർക്കും പറ്റുന്നതല്ല. എന്നാൽ നീ ദയാലുവാണെങ്കിൽ ദൈവം നിന്നോട് ദയാലുവോട് നീ ദയാലാകും. ദയ നീ വിതച്ചാൽ നിനക്ക് ദൈവത്തിന്റെ സൈനിൽ നിന്ന് ദയ കൊയ്യുവാൻ സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അടുത്ത് വായിക്കാം. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരായി പരിശീലിപ്പിക്കേണ്ടതിന്
നന്മ ഉപദേശിക്കുന്നതായിരിക്കണം. കർത്താവിന്റെ നാമം ഭർത്താവിനെ കീഴ്പ്പെട്ടുകൊണ്ട് നമ്മുടെ ജീവിതം നാം നയിക്കുമ്പോൾ നമ്മുടെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒരു തൈകൾ പോലെ ഇരുന്നുകൊണ്ട് അതല്ലയോ പഠിക്കുന്നത്. പ്രിയ മക്കളെ, നാം ഒരു മാതൃക ജീവിതം, കുടുംബ ജീവിതം നയിച്ച് നമ്മളെ മക്കളെ പഠിപ്പിച്ചില്ലായെങ്കിൽ തീർച്ചയായിട്ടും നാം കണ്ണീര് കുടിക്കേണ്ടി വരും. അവർ ഓരോ പരാതികൾ പറഞ്ഞു വരുമ്പോൾ നാം അപ്പോൾ കണ്ണീര് കുടിക്കും. കാരണം നാം കാണിച്ച മാതൃക, നാം ചെയ്ത പ്രവൃത്തികൾ അവരുടെ ഹൃദയത്തിൽ നിന്ന് മായുകയില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, കോടികൾ ആസ്തി ഉണ്ട്, പക്ഷെ ആ മകളുടെ ഹൃദയം വല്ലാതെ ഇരുണ്ട അവസ്ഥ. ഒരിക്കലും അങ്ങനെ ഒരു ജീവിതത്തിന് അവൾ കൂട്ടാക്കുന്നില്ല. എന്തിന് കട്ടത? എൻ്റെ മമ്മി അനുഭവിച്ച കട്ടത എന്തിന് അനുഭവിക്കണം ഞാൻ? ഇതാണ് ആ കുഞ്ഞിന്റെ ചോദ്യം. കൊച്ചുനാൾ മുതൽ ആ ഭർത്താവിൽ നിന്നുള്ള പീഡനം കണ്ട് നിരാശയായ ആ മകൾ എങ്കിലും പഠിച്ച് ഡോക്ടറേറ്റ് കൊടുത്തു. ഡോക്ടറേറ്റ്. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതങ്ങൾ. ഓരോ മാതൃകാ കുഞ്ഞുങ്ങളായി മാതാപിതാക്കൾ തന്നെ വളരണം. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിക്കേണ്ടതിനെ, ഭർത്താക്കന്മാരെ കീഴ്പ്പെടുന്നവരും ആയിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിനെ നന്മ ഉപദേശിക്കുന്നവരായിരിക്കണം എന്ന് പ്രബോധിപ്പിക്കാം. ഇത് എല്ലാം ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രബോധനങ്ങളാണ്. നാം പ്രബോധിപ്പിക്കണം. അതായത് അമ്മ തന്നെ ഇത് ഉപദേശിക്കണം. മക്കൾക്ക്, യൗവനക്കാരെ മക്കൾക്ക് ഉപദേശിക്കണം. വഴി മാതൃക പറഞ്ഞു കൊടുക്കണം, പഠിപ്പിക്കണം. മാതാപിതാക്കൾക്ക് ഇപ്രകാരം ഒരു കടമയുണ്ട്. നാം കൃത്യമായി തീർത്തോറും നാം വെച്ചു പോകുന്ന വഴികൾ മക്കൾ അനുകരിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതം മാതൃകാ ജീവിതമായി വരുവാൻ ഞാനും കുടുംബവും എപ്പോഴും സേവിക്കുവാൻ പ്രകാരം നാം ആ മാതൃക മക്കൾക്ക് വച്ചയിച്ചു പോകുവാൻ തക്കവണ്ണം നാം പ്രതിജ്ഞാബദ്ധരാകണം എന്നാണ് ഈ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അടുത്ത് വായിക്കാം. യൗവനക്കാർക്കുള്ളത്: ഔവനമായ യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുക. സുബോധം വരണമെങ്കിൽ ദൈവത്തിന്റെ വചനം അതാണ് ഏക മാർഗം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഈ ദൈവത്തെ അനുകരിക്കുന്നവൻ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുവൻ എന്നെ അനുകരിച്ചാൽ തന്നെത്താൻ തിരിച്ച് ക്രൂശെടുത്തും കൊണ്ട് എന്നെ അനുകരിക്കട്ടെ. കാരണം അനേകം പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ അനേകം പ്രതികൂലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ രാവിലെയുള്ള പ്രഭാത പ്രാർത്ഥന, അതിന് വലിയ പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതവിടെ നടക്കത്തില്ല. എന്നാണ് ഒരു വ്യക്തി ആ പ്രഭാത പ്രാർത്ഥനയ്ക്ക് വെളുപ്പാകാലം കിടന്നാളുടെ സമയത്ത് പറഞ്ഞ് പലരോടും ചെന്ന് പരാതികൾ പറഞ്ഞു. എന്നാൽ എൻ്റെ മുൻകാല ജീവിതം മനസ്സിലാക്കി ആരും ഇത് ഉൾക്കൊണ്ടില്ല. അപ്പൊ ഞാൻ എന്നോടൊപ്പം അത് മറ്റുള്ളവർ പറഞ്ഞത്, അപ്പൊ ഞാൻ ദാസനെ എടുത്തിട്ട് പറയുന്നു, ദാസൻ ഉൾക്കൊള്ളുന്നില്ല. ദാസൻ പറയുന്നത് അവനോട് ചെന്ന് പറയാം. അപ്പൊ പലയിടത്ത് നോക്കി ആരും ഉൾക്കൊള്ളുന്നില്ല. അവസാനം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഞാനിത് അറിഞ്ഞു. ഞാൻ പറഞ്ഞു, ദൈവമേ, ദൈവമാണ് ഇത് ആരംഭിച്ചെങ്കിൽ സിംഹത്തിന്റെ വായടച്ച ദൈവം അദ്ദേഹത്തിന്റെ വായയെ അടയ്ക്കണം എന്ന് പറഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവർ ഹിന്ദുക്കളാണ് 1001 രൂപയും കഞ്ഞി വയ്ക്കാൻ അരിയും പാലും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് സഭയിൽ വരുവാനിടയായി. ഞാൻ ദൈവത്തോട് പറഞ്ഞത്, ദൈവമാണ് ഇത് ആരംഭിച്ചെങ്കിൽ, എന്നെ കൊണ്ട് ചെയ്യിച്ചുവെങ്കിൽ ദൈവം തന്നെ വായടയ്ക്കും. സിംഹത്തിന്റെ വായടച്ച ദൈവം എന്ന് ഞാൻ ഉടനെ അതാണ് എനിക്ക് ഓർമ്മ വന്നു. കാരണം ഒരു പരാതി പോയാൽ പിന്നെ നോക്കണം. നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരാൾ പരാതിപ്പെട്ടാണ്. എന്നാൽ ഇന്ന് ആ ദേശത്ത് ഇന്ന് ഹിന്ദുക്കൾ തന്നെ പലതും ഇത് കേട്ടില്ലെങ്കിൽ നല്ല കാര്യങ്ങളല്ലേ പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ മോശമായിട്ടൊന്നും ഈ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നല്ല, മറ്റൊന്നും പറയേണ്ട കാര്യമില്ല. അങ്ങനെ പറയുന്നവർ ഉണ്ട്, എനിക്കറിയാം. അത് പലയിടത്ത് പല അനുഭവം പറ്റിയിട്ടുണ്ട്. നമുക്ക് പറയാൻ ഈ ജീവനെ കുറിച്ച്, നമുക്ക് നമ്മുടെ ജീവനെത്തുന്ന ആ ക്രിസ്തു യേശുവിന്റെ ദൈവത്തിന്റെ വചനം, ജീവനെ ചൈതന്യമുള്ള വചനം ഉണ്ട്. ആ ക്രിസ്തുവിനെയോ ഈ സുവാർത്താൻ പറയുന്ന യേശു കർത്താവാണ്. ആ യേശു കർത്താവിന് പറയുന്ന മറ്റൊന്നും പറയേണ്ട കാര്യമില്ല. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഇതാണ് എന്റെ മുദ്രാവാക്യം. അത് ഉൾക്കൊണ്ടാൽ അവരുടെ ജീവിതം ധന്യമാക്കാൻ കഴിയും. അടുത്തതായി അതുകൊണ്ട് തന്നെ യൗവനക്കാരും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കാം.
വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിനെ സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തികൾക്ക് മാതൃകയാക്കി കാണിക്കും. അപ്പൊ ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്, ശത്രു നമ്മുടെ കൂടെ ഉണ്ട്, അവൻ നമ്മെ തകർക്കുവാണ്. അത് തന്നെ വായിക്കാം. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ലാതെ. അപ്പൊ നമുക്ക് വിരോധമായി വരുന്ന യാതൊരായി നിനക്കെതിരെ വരുന്ന ഒരായുധവും ഫലിക്കുകയില്ല. കാരണം അവൻ അത്യുന്നതങ്ങളിൽ വസിക്കുകയും സർവശക്തനിൽ വാഴുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന്റെ ജീവിത പ്രകാരം അവനെ കുറിച്ച് പറയുന്നതാണ് ഇവിടെ. ഒരു തിന്മയും പറയാൻ വകയില്ലാതെ, വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറയാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവൃത്തിക്ക് മാതൃകയാക്കി കാണിക്കാം. അപ്പോ സൽപ്രവൃത്തിയാൽ, നന്മയാൽ, നന്മ ചെയ്തുകൊണ്ട് നമ്മുടെ നേരെ വരുന്ന സകല തിന്മയ്ക്കും ശത്രു എഴുതിവിടുന്ന ഓരോ അമ്പിനും പരിഹാരം കാണാൻ തക്കോണം സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവൻ നമ്മെ തകർക്കുവാൻ തക്കോണം. അവൻ ഒരു വഴിയായി വരുന്നവൻ, അവൻ രക്ഷപ്പെട്ടു പോകുവാൻ അവൻ 7 വഴി അന്വേഷിക്കേണ്ടി വരും. ശത്രു വരുന്നത്, നമ്മെ നേരിടുക വരുന്നത് ഒരു വഴിയായിട്ടാണ്. എന്നാൽ നമ്മിലായിരിക്കുന്ന ആ ദൈവീയ കൃപയുടെ അളവ് മനസ്സിലാക്കിയാൽ ഈ ഒരു വഴിയായി വരുന്നവൻ മടങ്ങി പോകുവാൻ ഒരു വഴിയിൽ കൂടെ അവൻ പോകാൻ സാധിക്കില്ല. അവൻ 7 വഴി നോക്കും, 7 വഴിയിൽ സാധിക്കില്ല. അവനോട് ശത്രു തകരുവാനിടയാവും. നിന്റെ വശത്ത് 1000 പേര് നിന്റെ വലത്തുവശത്ത് 10,000 പേര് വീഴുമെങ്കിൽ അവർ നിന്നോടെ അടുത്തു വരികയില്ല. നിന്റെ കണ്ണുകൊണ്ട് തന്നെ ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം നീ കാണുമെന്നാണ് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. അത് കാണുവാൻ ദൈവം നമുക്ക് കൃപ നൽകും. ശത്രു അവൻ ആരും ഓടിക്കാതെ ഓടിപ്പോകുന്നതാണ്. അവന്റെ ഓലപ്പാമ്പിന്റെ ഒരു പ്രവൃത്തിയും നമ്മോടടുത്ത് വരുവാൻ ദൈവം സമ്മതിക്കുകയില്ല എന്ന് ഈ വിശുദ്ധ ബൈബിളിലൂടെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണുവാൻ സാധിക്കും. അടുത്ത പെട്ടെന്ന് വായിക്കും സമയമായിരിക്കും. സകലത്തിൽ നല്ല വിശ്വസ്തത, നിന്റെ വിശ്വസ്തത എനിക്ക് പരിചയപ്പെടുകയും നാം ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വിശ്വസ്ത ഭരണായി നാം ആയിരുന്നു നമ്മുടെ ഓട്ടത്തിലേക്ക് പോകാൻ നാം പ്രയത്നിക്കുന്നെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ ഞാൻ നല്ല പോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസിനെ വായിക്കുമ്പോൾ പൗലോസ് 3 വട്ടം തന്റെ നേരെ തന്റെ പ്രതികൂലത്തെ നോക്കി 3 വട്ടം പ്രാർത്ഥിപ്പാതിനിടയായി. അത് 3 വട്ടം ഒരു ശൂലം എനിക്ക് തന്നിരിക്കുന്നു. വെളിപ്പാട് ആദിത്യത്താ ഞാൻ നിഗദിച്ചു പോകാതിരിക്കേണ്ടതിനെ ഒരു ദൈവത്തിന്റെ ദൂതത്തിന് ആ ശൂലം എനിക്ക് എന്നെ വിട്ട് നീങ്ങേണ്ടതിനെ ഞാൻ 3 വട്ടം പ്രാർത്ഥിച്ചു. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, 1-ാം വട്ടം പോലും പ്രാർത്ഥിച്ചു കാണും, ദൈവം ചെറുക്കൊണ്ടില്ല. 2-ാം വട്ടവും പ്രാർത്ഥിച്ചു കാണും, ദൈവം ചെറുക്കൊണ്ടില്ല. പൗലോസിന് മനസ്സിലായില്ല. 3-ാം വട്ടം പ്രാർത്ഥിച്ചു. അപ്പൊ ഈ 3 വട്ടം പ്രാർത്ഥിച്ചപ്പോഴും കാര്യം മനസ്സിലായില്ല എന്ന് അപ്പോസ്തലനായ പൗലോസിന് ദൈവിക തന്നിൽ പകർന്നിരിക്കുന്ന കൃപയുടെ സാന്നിധ്യം മനസ്സിലായില്ല എന്ന് അപ്പോസ്തലനായ പൗലോസിന് മനസ്സിലായി എന്ന് ദൈവം മനസ്സിലാക്കി. ദൈവം പറയുന്നതാണ് ഒറ്റ വാക്ക്, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുമെന്ന് പറഞ്ഞു. ദൈവത്തിന് പറയുവാനുള്ളത്, ദൈവത്തിന്റെ ശാസ്ത്രത്തിന് മക്കൾക്ക് എന്തെല്ലാം പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നേരിട്ടാൽ ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, നിന്നെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നീ എനിക്ക് വേണ്ടി നീ തോട് കൊടുക്കുന്നുവെങ്കിൽ, നീ എനിക്ക് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ ഞാൻ ആ കുറയണം, നീയോ വളരണമെന്നുള്ള ആ ദൈവിക വചനത്തിന്റെ വാഗ്ദത്തം നീ മുറുകെപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് തന്നിട്ടുള്ള ഒരു വാഗ്ദത്തമുണ്ട്, എന്റെ കൃപ നിനക്ക് മതി. അത് പ്രകാരം നിന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്ന് ദൈവം തന്നെ പറയുന്നു. എന്റെ ശക്തി ബലഹീനതയിൽ
വരുന്നു എന്ന് പറയുന്നു. ഇത് മനസ്സിൽ പഠിപ്പിച്ചപ്പോഴാണ് അപ്പോസ്തലനായ പൗലോസിന് കാര്യം മനസ്സിലായത്. അതുകൊണ്ട് അത് പിന്നെ പറയുന്നതാണ്, എന്റെ ബലഹീനതകളെ ഞാൻ പ്രശംസിക്കുകയില്ല, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ മക്കളെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, നമ്മുടെ ജീവിത ബന്ധാവുകളെ ഓർത്ത് നാം പലപ്പോഴും നാം ഈ ജഡമായ ശരീരം നാം ബലഹീനരാകാറുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, നീ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നീ ശക്തനാണ്. പൗലോസ് പാഠം പഠിപ്പിക്കുവാനിടയായി. ആ പാഠം പഠിച്ച പൗലോസ് പറയുന്നതാണ്, ഞാൻ ബലഹീനനല്ലാതെ പ്രശംസിക്കുകയില്ല, എന്റെ ബലഹീനതയെ പ്രശംസിക്കും. ക്രിസ്തുവിന്റെ ശക്തി എന്നിൽ ആവശ്യപ്പെടുന്നതിന് ഞാൻ അത് സന്തോഷത്തോടെ, സങ്കടത്തോടെയല്ല. നമ്മുടെ ബലഹീനൻ, നാം പലപ്പോഴും സങ്കടം വരുമ്പോൾ നാം ബലഹീനനാകുന്നു. എന്നാൽ പൗലോസ് പറയുന്നത്, ഞാൻ ബലഹീനനാകുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ ഞാൻ ശക്തനാകും. ആരെ നാം വിശ്വസിക്കുന്നു എന്ന് നാം അറിയണം. തന്റെ ജീവനെ തന്നെ തന്ന് നമ്മെ സ്നേഹിച്ച ആ ദൈവം, അതേ സ്നേഹം മറ്റാർക്കെങ്കിലും തരുവാൻ സാധിക്കുമോ? ആർക്കും തരുവാൻ സാധിക്കില്ല. ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം അതിന്റെ 2 വാക്യങ്ങൾ വായിച്ചിട്ട്, 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 2 മുതൽ 6 വരെ. ഞങ്ങൾ അപ്പോസ്തലനായ പൗലോസും കൂട്ടരും ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട്, ജഡത്തിലാണ് നാം ആയിരിക്കുന്നത്. ഈ ആത്മാവ് എന്ന ആത്മാവ് നമ്മുടെ ഉള്ളിലാണ്. ആ ഉള്ളിലായിരിക്കുന്ന ആത്മാവ് നമ്മെ നയിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവം വിശ്വസിക്കുന്നു. അപ്പോൾ ഇവരെ കുറിച്ച് പലരും ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് തങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിക്കുവാൻ, അതാണ് പൗലോസോട് പറയുന്നത്. ധീരത കാണിക്കണം. വായിക്കാം. ഞാൻ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ അങ്ങനെ ഖണ്ഡിതമായ ധൈര്യം കാണിപ്പാൻ ഇടവരുതെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഒന്നാമതൊരു അപേക്ഷ അവരോട്. വായിക്കാം. അടുത്തത്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ഞങ്ങളുടെ സഞ്ചാരം ജഡത്തിൽ തന്നെ. ജഡപ്രകാരം പോരാടുന്നില്ല. ഇത് ജഡത്തെ ആശ്രയിച്ചുകൊണ്ട് ഒരു പോരാട്ടം എന്നുവെച്ചാൽ തന്നിൽ തന്നെ. ജഡം എന്ന് പറയുന്ന ഈ ആ വ്യക്തിത്വമാണ് ഈ പുറമെ കാണുന്നത്. ഇതിൽ ആശ്രയിച്ചുള്ള പോരാട്ടം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു, അത് ശരി തന്നെ. എന്നാൽ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട് ധീരത കാണിക്കുവാൻ പറയുന്നതാണ്. നിങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നു, ജഡപ്രകാരം പോരാട്ടമില്ല. ജഡപ്രകാരം പോരാട്ടം ദൈവസന്നിധിയിൽ നീതിയല്ല, അത് ദൈവത്തിന് നിരക്കുന്നതല്ല. ജഡപ്രകാരം പോരാട്ടത്തിന് അടുത്ത് ഞങ്ങൾക്ക് പോരിന്റെ ആയുധങ്ങളുണ്ട്. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളിടിപ്പാൻ. നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ പല കോട്ടകൾ വരും. ജഡമോഹം, കൺമോഹം, ജീവിതത്തിന്റെ പ്രതാപം. ഈ ലോകത്തിൽ നിന്ന് ഈ 3 കോട്ടകളും ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുന്ന ഒരു യൗവനക്കാരത്തിലും കടന്നു പിടിക്കുന്നതാണ് നാം മനസ്സിലാക്കണം. എന്നാൽ ഈ കടന്നു പിടിക്കുന്നില്ല. നാം ആ കോട്ടയ്ക്കുള്ളിൽ ശത്രു പലതും ഒരുക്കുമ്പോൾ ഈ കോട്ടകൾ ഇടിപ്പാൻ, നമുക്കെതിരെ കടന്നു വരുന്ന എല്ലാ പ്രതികൂലത്തിന്റെ കോട്ടകൾ ഇടിപ്പാൻ, ഈ ലോകത്ത് തരുന്ന കോട്ടകളെ ഇടിക്കുവാൻ, ഈ കൺമോഹം, ജഡമോഹം, ദൈവത്തിന്റെ പ്രതാപം നമ്മെ കൈക്കലാക്കിക്കൊണ്ട് ശത്രു ഒരുക്കുന്ന സകല വഴികളിലും ശത്രുവായ യേശു കർത്താവ് പരിശുദ്ധാത്മ നിറഞ്ഞവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാചെ യേശു കർത്താവിനെ പരീക്ഷിപ്പാനിടയായി. അവിടെ എല്ലാം ദൈവം യേശു കർത്താവ് തന്റെ വചനത്തിൽ നിന്ന് പുറപ്പെട്ട വചനത്താൽ ശത്രുവിനെ തോൽപ്പിക്കുവാനിടയായി. അപ്പൊ നമുക്ക് ശത്രുവിനെ തോൽപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനമാണ് നമുക്കും ഉള്ളത് എന്ന് മനസ്സിലാക്കണം. വായിക്കാം.
കോട്ടയെടുപ്പാൻ ദൈവസന്നിധി ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി എല്ലാം നോക്കുക. അവയാൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള ദൈവത്തിന്റെ വചനത്താൽ ദൈവിക വാഗ്ദത്തങ്ങളാൽ തന്നെ ആ ക്രിസ്തു യേശുവിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് ജ്ഞാനത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കും. അനുസരിക്കുന്നത് യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ മനസ്സിലേക്കാണ് നല്ലത്. അനുസരണത്തിനായിട്ട് പിടിച്ചടക്കുന്ന ദൈവം പ്രസാദിക്കുന്ന യാഗം, തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ, സത്യത്തിന് പറയുന്നത് തകർന്ന് നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കയില്ല. ദൈവം നിരസിക്കാത്ത ഒരു യാഗം എന്ന് പറയുന്നത് തകർന്ന് നുറുങ്ങിയിരിക്കുന്ന മനസ്സ്. നമ്മുടെ മനസ്സ് തകരുവാനും നുറുങ്ങുവാനും ദൈവം സമ്മതിക്കുകയില്ല, ഒരിക്കലും സമ്മതിക്കുന്ന ദൈവമല്ല. ആ നമ്മുടെ കണ്ണിൽ തുണയ്ക്കുന്ന ദൈവമാണ്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ക്രിസ്തു യേശുവിന്റെ അനുസരണത്തിനായിട്ട് വായിക്കാം. അവർ പറയുന്ന, അവരെ പഠിപ്പിക്കുന്ന ഞങ്ങളായിരിക്കുന്നു ദൈവത്തിനെതിരെ വരുന്ന എല്ലാം പിടിച്ചടക്കുവാൻ, ദൈവിക പരിജ്ഞാനത്തിനെതിരെ പൊങ്ങുന്ന എല്ലാ വീഴ്ചയും പിടിച്ചടക്കുവാൻ ദൈവം ശക്തി കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ അനുസരണം ദൈവത്തിന്റെ സന്നിധിയിൽ തികഞ്ഞു വരുമ്പോൾ വായിക്കാം. എല്ലാ അനുസരണങ്ങളും ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം അനുസരണം തികഞ്ഞവരാണെങ്കിൽ നമ്മുടെ വാഗ്ദത്തം എല്ലാ അനുസരണങ്ങളിലും പ്രതികാരം ചെയ്യുവാനുള്ള ഒരുക്കം നാം പ്രാപിച്ചു കഴിയും. അപ്പൊ നമ്മുടെ അനുസരണം ദൈവത്തിന്റെ സന്നിധിയിൽ വേദഗതപ്രകാരം തികയുമ്പോൾ നമ്മൾ അനുസരണക്കേട് വരികയില്ല. അനുസരണക്കേട് നമ്മളില്ല. കാരണം നമ്മുടെ അനുസരണം തികഞ്ഞവരാകുമ്പോൾ ദൈവിക വാഗ്ദത്തമാണ് എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നതിന് കാരണം നാം ദൈവത്തിന്റെ സന്നിധിയിൽ അനുസരണം തികഞ്ഞിരിക്കുന്നതുകൊണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. അവൻ കൊള്ളാങ്ങനെ തെളിഞ്ഞ ശേഷം കർത്താവ് വാഗ്ദത്തത്തിന്റെ ജീവന്റെ കിരീടം പ്രാപിക്കുവാൻ ഇടയാകുമെന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവത്തിൽ നിർത്തുവാനൊക്കെ ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം ദൈവത്തിന് ഈ വചനം കേൾക്കുവാനും എനിക്ക് ഈ വചനം ഘോഷിക്കുവാൻ സംശയിക്കുന്നത് എന്നെ കണ്ടു. ഈ കേട്ട വചനങ്ങൾ കേട്ടുകൊണ്ട് നിങ്ങൾ തന്നെ ചലിക്കാതെ ഇത് ചെയ്യുന്നതായിരിക്കും. മാതൃകാ ജീവിതം, കുടുംബ ജീവിതം, മക്കളെ പഠിപ്പിക്കേണ്ടത്, മക്കൾ പഠിക്കേണ്ടത്, മാതാപിതാക്കൾ ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതം അവർക്ക് മാതൃകയായി നന്മയും കരുണയും ആയുഷ്കാലം ഒക്കെ അവരെ പിന്തുടർന്നുള്ള സൗഭാഗ്യകരമായ ജീവിതം, ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് ആഴമായി തീരുവാൻ സർവശക്തനായ ദൈവം കൃപ പകരുമാറാകട്ടെ. നമ്മുടെ കുടുംബാർക്കും വായിച്ചു നിങ്ങൾ പ്രത്യാശിക്കുന്ന ചെറുവാക്കി വരുമാനത്തോടെ ഞാൻ നിങ്ങളെ കുറിച്ച് നിർമ്മിക്കുന്ന നിരൂപണങ്ങൾ ഇന്നതായെന്ന് ഞാൻ അറിയുന്നു. അവർ തിന്മയ്ക്കല്ല നന്മയ്ക്കുള്ള നിരൂപണങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഭാഗത്തിൽ ഈ വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ നാം പ്രത്യാശിക്കുന്ന ചെറുവാക്കി ദൈവത്തിന്റെ സന്നിധി ലോകത്തിൽ കർത്താവിന്റെ സന്നിധിയിൽ പ്രാപിക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് ഇവിടെ പകർന്ന ദൈവവചനത്ത ഈ ദൈവജനത്തെ വിത്തുകളാൽ നിങ്ങൾ ഓരോരുത്തരെയും പ്രാർത്ഥനാകട്ടെ. ഓരോരുത്തരും 100, 40, 30 വിളയുന്നതായി തീരുവാൻ സർവശക്തനായ ദൈവം, കൃപാലയ ദൈവം, കരുണാസമ്പന്നനായ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. പറയുവാൻ